സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ശൗര്യക്കുട്ടി ഓടിച്ചു കൊണ്ടുവന്ന പിക്കപ്പ് ചെല്ലിക്കടപ്പുറത്തെത്തി. അവിടെ ഒരാൾ ശൗര്യക്കുട്ടിയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ശൗര്യക്കുട്ടി പിക്കപ്പിൽ നിന്ന് ഇറങ്ങി ഡെന്നിച്ചനോടും ഷീബാമേരിയോടും ഇറങ്ങി വരാൻ ആംഗ്യം കാട്ടി. അവർ മറുവശത്തു കൂടി ഇറങ്ങി വരുമ്പോഴേക്ക് ശൗര്യക്കുട്ടി പിക്കപ്പിൻ്റെ താക്കോൽ അവിടെ കാത്തു നിന്നയാളെ ഏൽപ്പിച്ചു. അയാൾ അപ്പോൾ തന്നെ പിക്കപ്പിൽ കയറിയിരുന്ന് അത് അവിടെ ഇട്ട് തിരിച്ചു. ശൗര്യക്കുട്ടിയുടെ നേർക്ക് കൈ കാണിച്ചിട്ട് അയാൾ പിക്കപ്പ് ഓടിച്ചുപോയി. വാ. ശൗര്യക്കുട്ടി കടലിന് നേർക്ക് നടന്നു. തീരക്കടലിൽ കിടന്ന ഒരു ബോട്ടിന് നേർക്ക് ശൗര്യക്കുട്ടി മഞ്ഞ തൂവാല ഉയർത്തി വീശിക്കാട്ടി. ആ ബോട്ട് ഉടൻ തന്നെ കരയുടെ നേർക്ക് വന്നു. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഡെന്നിച്ചനോ ഷീബാമേരിക്കോ ഒരു രൂപവും ഉണ്ടായില്ല. ശൗര്യക്കുട്ടിയെ പിന്തുടർന്ന് അവർ രണ്ടുപേരും പൂഴിമണലിൽ കൂടി നടന്നു. കടൽക്കരയിൽ അങ്ങിങ്ങ് വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളെയും കാണാമായിരുന്നു. ചിലർ തെങ്ങിൻ തണലത്തിരുന്ന് വല കേടുപോക്കുന്നുണ്ടായിരുന്നു. 2 പുരുഷന്മാരും ഒരു യുവതിയും കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് ആളുകൾ ആശ്ചര്യപ്പെട്ടു നിന്നു. അവരുടെ നേർക്കാണ് ബോട്ട് വരുന്നതെന്ന് കരയിലുണ്ടായിരുന്നവർക്ക് മനസ്സിലായി. അതൊരു മത്സ്യബന്ധന ബോട്ടോ വള്ളമോ അല്ലാത്തതിനാൽ ഏവർക്കും ആകാംക്ഷയായി. ശൗര്യക്കുട്ടി അരയൊപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോട്ടിൻ്റെ അമരം പിടിച്ചു. എന്നിട്ട് ഡെന്നിച്ചനോട് പറഞ്ഞു, കയറിക്കോ. ഡെന്നിച്ചൻ ബോട്ടിൽ പിടിച്ചു കയറി. ഷീബയെ കൈ കൊടുത്ത് പിടിച്ചു കയറ്റി. പുറകെ ശൗര്യക്കുട്ടിയും കയറി. ബോട്ട് തിരിച്ച് കടലിലേക്ക് പാഞ്ഞു. അതെവിടുന്ന് വന്ന ബോട്ട്? ആരുടെ ബോട്ട്? എന്തിനു വന്ന്? ആളുകൾ അതിശയത്തോടെ പരസ്പരം ചോദിച്ചു. ആ കയറിപ്പോയവരിൽ ഒരുത്തൻ ആഞ്ചലോസിൻ്റെ മകൻ ഡെന്നിച്ചനാ. ആ പെണ്ണോ? ആർക്കറിയാം. ബോട്ട് ഏത് ദിക്കിലേക്കാണ് പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഒരു ശരികേടുണ്ടെന്നാ. അമരം ബോട്ടിലെ തൊഴിലാളിയായ ജോഷ്യ പറഞ്ഞു. ഉണ്ടുണ്ട്. ഒരു പെണ്ണിനെയും കയറ്റിക്കൊണ്ടാ പോയേക്കണത്. ഇന്നേ വരെ ഈ കടപ്പുറത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേയില്ല. ആ കൂട്ടത്തിലൊരുത്തൻ ഡെന്നിച്ചനാണെങ്കിൽ എനിക്ക് സംശയമുണ്ട്. അതാ ഇറച്ചിക്കടക്കാരൻ ആൻഡപ്പൻ പീറ്ററുടെ മോളാണോന്ന്. അവളും ഒരു കൂട്ടുകാരി പെണ്ണും കുറേ നാൾ മുമ്പ് ഈ കടപ്പുറത്ത് ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ലൂയിസ് ചേട്ടൻ പറഞ്ഞു. ശരിയാ. അതിൻ്റെ പേരും പറഞ്ഞാണല്ലോ ആൻഡപ്പൻ പീറ്ററിൻ്റെ ആൾക്കാർ ഈ കടപ്പുറത്ത് വന്ന് ഡെന്നിച്ചനെ തല്ലിയിട്ട് പോയത്. എങ്കിൽ അത് തന്നെയാ. അവൻ ആ പെണ്ണിനെ അടിച്ചുകൊണ്ട് കടൽ കടക്കാൻ പോണ പോക്ക. അവനെവിടുന്ന് കിട്ടി ബോട്ട്? അവനൊരു പുതിയ പിക്കപ്പിലാണല്ലോ വന്നത്. അതെവിടുന്ന് കിട്ടി? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഡെന്നിച്ചന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ത്രാണിയുണ്ടെന്ന് അതുവരെ ആരും ചിന്തിച്ചിട്ട് കൂടിയില്ല. ഡെന്നിച്ചനും ശൗര്യക്കുട്ടിയും പോയ ശേഷമുള്ള ഒരു വിവരവും അറിയാതെ ആദ്യ പിടിച്ചിരിക്കുകയായിരുന്നു എമിലി. അതിനിടയ്ക്ക് അയലത്തെ ഒരു പെൺകുട്ടി വന്ന് ജാനറ്റിനെ വിളിച്ചു പറഞ്ഞു. ഇവിടെ വന്ന പുത്തൻ വണ്ടി കടപ്പുറത്തോട്ട് പോണതും കണ്ട്, അങ്ങനെ തന്നെ തിരിച്ചു പോണതും കണ്ട്. ഇങ്ങോട്ടാരും വന്നില്ലേ? ഇവിടെ ആരും വന്നില്ലല്ലോ. ജാനറ്റ് കടപ്പുറത്തേക്ക് നോക്കി. അതിനിടയിൽ എമിലിയുടെ ഫോൺ ശബ്ദിച്ചു. അക്കങ്ങളും അക്ഷരങ്ങളും തേഞ്ഞു മാഞ്ഞു പോയ ഫോണെടുത്ത് എമിലി നമ്പർ നോക്കി. ഏതോ ഒരു നമ്പർ. എമിലി ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ അമ്മ, ശൗര്യക്കുട്ടിയാ. എമിലിയുടെ മനസ്സൊന്ന് തണുത്തു. എവിടെയാ മോനെ നിങ്ങൾ? ഞങ്ങളിപ്പോൾ കടലില്ല. ഏത് കടലി? വള്ളത്തേലാണോ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് ആ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പോന്നിരിക്കണ്. അമ്മ ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും അയലന്തരത്ത് ഏതെങ്കിലും വീട്ടിൽ പോയിരുന്നോ? നമ്മുടെ വീട് അടച്ചിടണ്ട, തുറന്നു തന്നെ കിടന്നോട്ട്. പറയണത് കേൾക്കണുണ്ടോ? എന്തിനാണ് അയലന്തരത്ത് പോയിരിക്കണത്? അവനവൻ്റെ വീട്ടിലിരുന്നാൽ എന്താ? അമ്മ പറഞ്ഞ പോലെ ചെയ്യ്. വീട്ടിൽ ആരും ഇരിക്കണ്ട. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ പോലീസും പട്ടാളവും ഒക്കെ അവിടെ പാഞ്ഞു നടക്കും. അതുകൊണ്ട് ഇനി വിളിയില്ല. 2 ദിവസം കഴിഞ്ഞ് വിളിക്കാം. പുതിയ പെണ്ണിനെയും കൊണ്ടുവരും ഡെന്നിച്ചേട്ടൻ. മോനെ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഫോൺ ഓഫാക്കി വെക്കുക. കോൾ മുറിഞ്ഞു. എന്നതാ എമിലി? കേട്ടു നിന്ന കുഞ്ഞന്ന ആശങ്കയോടെ ചോദിച്ചു. അമ്മ ജാനറ്റിനെയും കൂട്ടി മറിയമ്മ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോ. ഇപ്പം തന്നെ പോ. നിൽക്കണ്ടിവിടെ. നീ എന്നതാ കാര്യമെന്ന് പറ. ശൗര്യക്കുട്ടിയും ഡെന്നിച്ചനും കൂടെ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി. അവരുടെ വീട്ടുകാരും പോലീസും ഒക്കെ ഇരച്ചു കയറി വരും. അത് തന്നെ കാര്യം. അവരെവിടെയാ? അവരങ്ങ് തൃശ്ശിനാപ്പള്ളിയിൽ. അവരെവിടെയാണെന്ന് എല്ലാവരോടും വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണ. എമിലി ദേഷ്യപ്പെട്ടു. നമ്മൾ എന്തിനാ മറിയമ്മയുടെ അടുത്ത് പോണത്? ശൗര്യക്കുട്ടി പറഞ്ഞു. എല്ലാവരും അയലന്തരത്ത് പോയിരിക്കാൻ. ഞാൻ പോവുക. അമ്മ ഇവിടെ ഇരുന്നു. എമിലി അപ്പോൾ തന്നെ ജാനറ്റിനെയും കൂട്ടി വീട് വിട്ടിറങ്ങി. വല്ലതും എടുക്കണോടി?
കുഞ്ഞെണ്ണ ചോദിച്ചു. വീടെടുത്ത് മടി വെച്ചോണ്ട് പോര്. എമിലി പിൻമുറ്റം കടന്നു. മറിയമ്മയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. പുറകെ ജാനറ്റും പോയി. ഇതെന്ത് കൂത്ത എന്ന് പിറുപിറുത്തുകൊണ്ട് കുഞ്ഞെണ്ണ അവിടെ ചുറ്റിത്തിരിയുമ്പോഴേക്കും വെളിയിൽ വാഹനങ്ങളുടെ ഇരമ്പം കേട്ടു. മുറ്റത്ത് ബൈക്കുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം. കുഞ്ഞെണ്ണ വാതിൽക്കൽ ചെന്ന് എത്തി നോക്കി. തിണ്ണയിലേക്ക് ചാടിക്കയറിയ 4-5 പേർ കുഞ്ഞെണ്ണയുടെ തല കണ്ടതും വാതിലിന് നേർക്ക് പാഞ്ഞു ചെന്നു. എവിടെ ആ കഴിവറിൻ്റെ മോൻ? ഒരുത്തൻ കുഞ്ഞെണ്ണയുടെ നേർക്കലറി. കുഞ്ഞെണ്ണ ഞെട്ടിപ്പോയി. ആരാ? കുഞ്ഞെണ്ണ വിക്കി. അങ്ങോട്ട് മാറി നിൽക്കി തള്ളേ. ഒരുത്തൻ കുഞ്ഞെണ്ണയെ പിടിച്ചു തള്ളി. കുഞ്ഞെണ്ണ വേച്ചു പോയി തറയിൽ ഊരയിടിച്ചു വീണു. കൈമുട്ട് ഭിത്തിയിൽ ഇടിച്ചു പൊട്ടി. ഒന്നിനു പിറകെ ഒന്നായി 6-7 പേർ വീട്ടിനുള്ളിലേക്ക് കാട്ടുപോത്തുകളെ പോലെ കയറി വന്നു. 2 കൊച്ചുമുറികളിലും അടുക്കളയിലും പിൻവരാന്തയിലും നോക്കി. കണ്ണിൽ കണ്ടതെല്ലാം എടുത്തെറിഞ്ഞു. ചവിട്ടി മറിക്കാവുന്നതെല്ലാം മറിച്ചിട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി അയലത്ത് പോയി ഇരിക്കാൻ എമിലി നിർബന്ധിച്ചതിൻ്റെ അർത്ഥം കുഞ്ഞെണ്ണയ്ക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായി. അവൻ എവിടെ തള്ളേ? നിലത്ത് വീണ് കിടന്ന കുഞ്ഞെണ്ണയുടെ നേർക്ക് ഒരുത്തൻ ഗർജിച്ചു. കൈമുട്ട് പൊട്ടിയ വേദനയിൽ കുഞ്ഞെണ്ണ ഞരങ്ങിക്കൊണ്ടിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? ഒരുത്തൻ കുഞ്ഞെണ്ണയുടെ നരച്ച തലമുടി കുത്തി പിടിച്ച് വട്ടം കറക്കി ഒളിച്ചു. കുഞ്ഞെണ്ണ ഒച്ചയെടുത്ത് കരഞ്ഞപ്പോൾ തല ചുവരിൽ 2 തവണ ഇടിച്ചു. നിലത്ത് കുഴഞ്ഞു വീണ കുഞ്ഞെണ്ണയുടെ നെഞ്ചിൽ ഷീബ മേരിയുടെ ആങ്ങള പീറ്റർ ഒരു ചവിട്ടും കൂടി കൊടുത്തു. ഇറങ്ങി വാടാ, കടപ്പുറത്ത് തപ്പാം. ഇവിടെങ്ങും വന്നിട്ടില്ല. കൂട്ടത്തിലുള്ള ഒരുവൻ പീറ്ററിൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചു. അവർ മുറ്റത്തിറങ്ങി അങ്ങിങ്ങു നോക്കി. ബൈക്കുകൾ കടപ്പുറത്തേക്ക് പാഞ്ഞുപോയി. അപ്പോഴേക്കും പീറ്ററിൻ്റെ അപ്പൻ ആൻ്റപ്പൻ പീറ്ററും മൂത്ത മകൻ ജിമ്മി പീറ്ററും കയറിയ കാർ അങ്ങോട്ട് എത്തിച്ചേർന്നു. വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ആഞ്ചലോസിൻ്റെ വീട്ടുമുറ്റത്ത് നിന്നവരിൽ ഒരാൾ പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ ആൻ്റപ്പൻ പീറ്ററും മൂത്ത മകൻ ജിമ്മി പീറ്ററും കൂടി ഒരയൽ വീട്ടിൽ കയറി അന്വേഷണം നടത്തി. ആഞ്ചലോസിൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെയും കൂട്ടി ആരും വന്നിട്ടില്ലെന്ന് അയൽക്കാർ പറഞ്ഞു. ഒരു പിക്കപ്പ് കടപ്പുറത്തേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. അത് ഉടനെ തന്നെ തിരിച്ചും പോയി. ആൻ്റപ്പൻ പീറ്ററും സംഘവും കടപ്പുറത്തെത്തി. അവിടെ ഇതിനകം വലിയ ആൾക്കൂട്ടമായി കഴിഞ്ഞു. ആദ്യം ബൈക്കുകളിൽ ചെന്ന സംഘത്തിന് ചില വിവരങ്ങൾ കിട്ടി. പിക്കപ്പിൽ കടപ്പുറത്ത് വന്നിറങ്ങിയ ഡെന്നിച്ചനും ഒരു പെണ്ണും മറ്റൊരാളും കൂടി തീരക്കടലിൽ കാത്തുകിടന്ന ഒരു ബോട്ടിൽ കയറി സ്ഥലം വിട്ടു എന്ന വിവരമായിരുന്നു അതിലൊന്ന്. പിക്കപ്പ് അപ്പോൾ തന്നെ തിരിച്ചുപോയി എന്നും അറിവായി. അത് ഓടിച്ചു കൊണ്ടുപോയ ആളെ ആർക്കും പരിചയമില്ല. ഡെന്നിച്ചനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേയാളെ അടുത്ത് കാണാത്തതുകൊണ്ട് ആരാണെന്നറിയില്ല. ആൻ്റപ്പൻ പീറ്റർ ഫോണെടുത്ത് ആരോടൊക്കെയോ ഉറക്കി സംസാരിച്ചുകൊണ്ട് കടപ്പുറത്ത് കൂടി നടന്നു. ചെല്ലിക്കടപ്പുറത്ത് വന്നിട്ട് ബോട്ടിന് കയറിപ്പോയി. വടക്കോട്ട് പോയിന്ന് കടപ്പുറത്തുള്ളവർ പറയണ്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വരും. അയാൾ ബന്ധുക്കളെ മാറി മാറി വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ കടപ്പുറത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്ന ആഞ്ചലോസിനെ ആരോ വിളിച്ച് ആൻ്റപ്പൻ പീറ്ററുടെയും സംഘത്തിൻ്റെയും മുൻപിൽ കൊണ്ടുവന്നു. ഈ മനുഷ്യനെ എന്തിനാ പിടിച്ചോണ്ട് വന്നേ? ഇയാൾക്ക് ഓർമ്മയില്ല, ഒരു കുന്തവും ഇല്ല. ചെല്ലിക്കടപ്പുറത്തുകാരൻ തോമസ് ചേട്ടൻ പറഞ്ഞു. ഇയാൾക്ക് ഞാൻ ഓർമ്മയുണ്ടാക്കി കൊടുക്കാം. പീറ്റർ ആഞ്ചലോസിൻ്റെ കുത്തിന് പിടിച്ചൊളിച്ചുകൊണ്ട് ചീറി. എവിടെടോ തൻ്റെ മകൻ? എൻ്റെ പെങ്ങളെ അടിച്ചെടുത്തോണ്ട് അവൻ എങ്ങോട്ടാ പോയത്? ആഞ്ചലോസ് കണ്ണും വായും മിഴിച്ചു. തൻ്റെ കഥകളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അടിച്ച് ഞാൻ പല്ല് കൊഴിക്കും. പറയടാ. എനിക്കറിയില്ല. ആഞ്ചലോസ് പറഞ്ഞു തീരും മുമ്പേ പീറ്ററിൻ്റെ കൈ അയാളുടെ കവിളത്ത് വീണു. നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പുറം കൈ കൊണ്ട് കൈപ്പത്തി കൊണ്ടും പീറ്റർ മാറി മാറി 4-5 ആവർത്തി അടിച്ചു. അപ്പോഴേക്കും ചെല്ലിക്കടപ്പുറത്തുകാർ ഇടപെട്ട് പീറ്ററെ തള്ളി മാറ്റി. വേണ്ട വേണ്ട, നിങ്ങളുടെ കയ്യാങ്കളിയൊന്നും ചെല്ലിക്കടപ്പുറത്ത് വേണ്ട. തോമസ് ചേട്ടൻ താക്കീത് ചെയ്തു. ആഞ്ചലോ വീട്ടിൽ പോ. ഇവന്മാരോട് മറുപടി പറയാനൊന്നും നിൽക്കണ്ട. പോ. താൻ ആരോടോ ഇതിലിടപെടാൻ? ആൻ്റപ്പൻ പീറ്റർ ചോദിച്ചു. ഞാൻ ഈ കടപ്പുറത്തുകാരനാ. നിങ്ങളുടെ മോളെ വല്ലവനും കൊണ്ടുപോയെങ്കിൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചോണം. ആഞ്ചലോസ് വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞന നിലത്ത് കിടന്ന് കരയുകയാണ്. അയാൾ കുഞ്ഞനയെ താങ്ങി എണീപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, വേണ്ടായേ. കുഞ്ഞന ഉറക്കെ കരഞ്ഞു. അവരുടെ കൈമുട്ടിൻ്റെ അസ്ഥി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടെ പോലീസ് ജീപ്പ് വീടിനപ്പുറം റോഡരികിൽ വന്നു നിന്നു. വീട്ടുമുറ്റത്തേക്ക് 4 ചക്ര വാഹനങ്ങൾ കടന്നു വരാനുള്ള വീതി വഴിക്കില്ല. SIയും പോലീസ് സംഘവും വീട്ടിലേക്ക് കയറി വന്നു. കുഞ്ഞന അപ്പോഴും കരഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുകയാണ്. അരികെ ആഞ്ചലോസ് ഇരിപ്പുണ്ട്. സാറേ, അവൻ എൻ്റെ കൈ ഒടിച്ചു. എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. കുഞ്ഞന വിലപിച്ചു. വളർത്തിവിടുന്ന മക്കളും ചെറുമക്കളും തലതിരിഞ്ഞു പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരൊക്കെ എവിടെ? എനിക്കറിയാൻ മേല സാറേ. കുഞ്ഞന പിന്നെയും വിലപിച്ചുകൊണ്ട് കിടന്നു. ആഞ്ചലോസിൻ്റെ ചരിത്രം അറിയാവുന്നതിനാൽ പോലീസ് അയാളോടൊന്നും ചോദിച്ചില്ല.
പോലീസ് സംഘം ജീപ്പിൽ കയറി നേരെ കടപ്പുറത്തേക്ക് പോയി. എസ് ഐ കടപ്പുറത്തുള്ള ചിലരെ ചോദ്യം ചെയ്തപ്പോൾ സംഭവത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടി. ഡെന്നിച്ചൻ ആൻഡപ്പൻ പീറ്ററുടെ മകളെ കടൽ മാർഗമാണ് കടത്തിക്കൊണ്ടുപോയത്. ഉടൻ തന്നെ എസ് ഐ കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടു. ഡെന്നിച്ചനും യുവതിയും കയറിപ്പോയ ബോട്ടിൻ്റെ ലക്ഷണങ്ങൾ കോസ്റ്റ് ഗാർഡിന് കൈമാറി. അതുകൂടാതെ ചെല്ലിക്കടപ്പുറത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ച് അവരിലേക്ക് സന്ദേശം എത്തിച്ചു. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന സ്പീഡ് ബോട്ട് കടലിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിക്കണം എന്നായിരുന്നു സന്ദേശം. അതിനുശേഷം പോലീസ് ഡെന്നിച്ചൻ്റെ വീട്ടിലുള്ളവർ എവിടെ പോയി എന്ന് തിരക്കി. അവർ ഒരു അയൽ വീട്ടിലുണ്ടെന്ന് വിവരം കിട്ടിയ പോലീസ് മറിയമ്മയുടെ വീട്ടിലെത്തി. പോലീസ് വന്നിരിക്കുന്നതറിഞ്ഞ് എമിലിയും ജാനറ്റും അവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. ആരാ തട്ടിക്കൊണ്ടുപോയത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? ആരാ കൂടെ ഉണ്ടായിരുന്നത്? പിക്കപ്പ് വണ്ടി ആരുടേതാണ്? അതാരാണ് കൊണ്ടുപോയത്? ബോട്ട് കൊണ്ടുവന്നത് ആരാണ്? ആരുടെ ബോട്ട്? അങ്ങനെ കുറേ ചോദ്യങ്ങളുമായി എസ് ഐ എമിലിയെയും ജാനറ്റിനെയും നേരിട്ടു. എമിലി കൂസലൊന്നുമില്ലാതെ മറുപടി നൽകി. സാറേ, പിക്കപ്പ് വണ്ടിയുമായി വന്നത് എൻ്റെ ഇളയ മോൻ ശൗര്യക്കുട്ടിയാ. ഡെന്നിച്ചൻ വിളിച്ച ആ പെണ്ണ് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി അവരിവിടുന്ന് പോയി. പിന്നെ ശൗര്യക്കുട്ടി ഫോണിൽ വിളിച്ച് പറഞ്ഞ് പെണ്ണ് ഡെന്നിച്ചൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന്. ഇപ്പോൾ ഒരു ബോട്ടിൽ കയറി കടലിൽ കൂടെ പോണ്. നിങ്ങളാരും വീട്ടിലിരിക്കണ്ട, അയലന്തരത്ത് പോയിരുന്നോ എന്ന്. അവരെങ്ങോട്ടാ പോണത്, എവിടെയാ എന്നൊന്നും നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു. ഇപ്പോൾ ഇത്ര പറഞ്ഞാൽ മതി, ബാക്കി 2 ദിവസം കഴിഞ്ഞ് വിളിച്ച് പറയാം. ഇപ്പോൾ ഫോൺ ഓഫ് ചെയ്യുവാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഫോൺ എവിടെ? ദാ എൻ്റെ കയ്യിലുണ്ട്. എമിലി കയ്യിലിരുന്ന ഫോൺ കാണിച്ചു. ഇതേൽ തൊടാൻ അറയ്ക്കുമല്ലോ. എസ് ഐ അത് വാങ്ങി നോക്കി. സാറേ, പഴയ 500 രൂപയുടെ ഫോണാ, എമിലി പറഞ്ഞു. എസ് ഐ അതിലെ കോൾ ലിസ്റ്റും ഓരോ കോളിൻ്റെയും സമയ ദൈർഘ്യവും നോക്കി. ജാനറ്റിനോടും തിരിച്ചും മറിച്ചും പല ചോദ്യങ്ങളും ചോദിച്ചു. ശൗര്യക്കുട്ടി മുൻപ് വീട്ടിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഉവ്വ് എന്ന് മറുപടി നൽകി. മറിയമ്മയുടെ വീടിന് ചുറ്റും വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ശൗര്യക്കുട്ടിയാണ് പിക്കപ്പിൽ വന്ന് ഡെന്നിച്ചനെ കൂട്ടിക്കൊണ്ടുപോയി ആൻഡപ്പൻ പീറ്ററുടെ മകളെ പൊക്കിയതെന്നും കടൽ മാർഗമാണ് അവർ രക്ഷപ്പെട്ടതെന്നും അറിഞ്ഞ് ചെല്ലിക്കടപ്പുറത്തുകാർ മൂക്കത്ത് വിരൽ വെച്ചുപോയി. ചത്തുപോയെന്ന് കരുതിയ ശൗര്യക്കുട്ടി കാരക്കാട്ട് സൈമൺ തരകൻ കൊന്നു കടലിൽ കെട്ടിത്താഴ്ത്തി എന്ന് തങ്ങൾ വിശ്വസിച്ചിരുന്ന ശൗര്യക്കുട്ടി, സൈമൺ തരകൻ്റെ മകനായ ശൗര്യക്കുട്ടി, അവൻ എവിടെയായിരുന്നു? എങ്ങോട്ട് പോയി? ശൗര്യക്കുട്ടിയും ഡെന്നിച്ചനും ഷീബാമേരിയും എവിടെ ഒളിച്ചാലും അവരെ പൊക്കിക്കൊണ്ടുവരാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് എസ് ഐയുടെ പോലീസ് ബുദ്ധിയിൽ തോന്നി. ഡെന്നിച്ചൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലിടുക, ശരിക്ക് ചോദ്യം ചെയ്ത് അവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക, വേണ്ടി വന്നാൽ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക. ആൻഡപ്പൻ പീറ്ററും അയാളുടെ ആൾക്കാരുമായി ആലോചിച്ച് പോലീസ് പദ്ധതി തയ്യാറാക്കി. വനിതാ പോലീസിനെ വരുത്തി ജാനറ്റിനെയും എമിലിയെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആഞ്ചലോസും കസ്റ്റഡിയിലായി. പരിക്കേറ്റ് കിടന്ന കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ബോട്ട് തീരക്കടലിലൂടെ പായിക്കുകയാണ്. ഷീബാമേരി കരയിലേക്കും കടലിലേക്കും മാറി മാറി നോക്കി അന്തം വിട്ടിരുന്നു. കരയിൽ നിന്നുള്ള അകലം കൂടി വരുമ്പോൾ അവൾക്ക് ഭയമേറും. കരയിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴും അവൾ പരിഭ്രമിക്കും. കാരണം പുറംകടലിലേക്ക് പോകാനുള്ള കരുത്തൊന്നും ആ ചെറിയ ബോട്ടിനില്ലെന്ന് അവൾക്കറിയാം. മോശമായ കാലാവസ്ഥയുടെ ആദ്യ ലക്ഷണമായി വരുന്ന ആദ്യത്തെ തിരക്ക് തന്നെ എടുത്തെറിയാവുന്നതേ ഉള്ളൂ ബോട്ട്. പക്ഷേ കടൽ പതിഞ്ഞു കിടക്കുകയാണ്. ഓളങ്ങൾ മാത്രമേയുള്ളൂ. നല്ല കാലാവസ്ഥ. കരയിലുടനീളം ചീനവലകളുടെ നിര. ഷീബയ്ക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും യഥാർത്ഥ സംഭവങ്ങളല്ല എന്ന് ചിലപ്പോൾ തോന്നി. കാരണം ഏതാനും മണിക്കൂറുകൾ മുൻപ് വരെ യാതൊരുവിധ അല്ലലുമില്ലാതെ സ്വന്തം വീട്ടിലിരിക്കുകയായിരുന്നു താൻ. ഇപ്പോൾ കടലിന് നടുവിൽ, കൂടെ ഡെന്നിച്ചൻ, പിന്നെ അപരിചിതരായ 2 പുരുഷന്മാർ. ഒരാൾ ബോട്ട് ഓടിക്കുന്നു, മറ്റേയാൾ വെറുതെ ഇരിക്കുന്നു. ബോട്ട് തിരമുറച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങോട്ടാണെന്ന് പോലും അറിയില്ല. ഒരു വീട്ടിനുള്ളിൽ സുരക്ഷിതയായി, സുഖലോലുപിയായി, സുഭിക്ഷമായി ജീവിച്ചു വന്ന ഒരു പെണ്ണായിരുന്നു താൻ എന്ന് അവൾ ഓർത്തു. ഇനി എന്ത് എന്നൊരു ചോദ്യം വിദ്യാഭ്യാസം സംബന്ധിച്ചല്ലാതെ സ്വപ്നത്തിൽ പോലും സ്വയം ചോദിക്കേണ്ടി വന്നിട്ടില്ല. പ്രേമം എന്ന വാക്ക് ആ കനത്ത കോട്ടയിൽ നിന്ന് തന്നെ വിളിച്ച് പുറത്തിറക്കി യാതൊരു ബന്ധവുമില്ലാത്ത 3 പുരുഷന്മാരുടെ നടുവിലെത്തിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ തൻ്റെ ജീവിതത്തിന് ഇനി എന്ത് ഗ്യാരണ്ടിയാണുള്ളതെന്ന് അവൾ ആലോചിച്ചു നോക്കി. ഒന്നുമില്ല. ആകെ അറിയാവുന്നത് ഡെന്നിച്ചനെ മാത്രമാണ്. അവനെയും ശരിക്കറിഞ്ഞുകൂടാ.
കുറേ തവണ കണ്ടു, ചിരിച്ചു, വാക്കുകളും കൈമാറി. അവന് തൻ്റെ വീടും തനിക്ക് അവൻ്റെ വീടും അറിയാം. അവൻ്റെ സ്വഭാവം എന്തെന്നോ അവൻ്റെ വീട്ടുകാർ എങ്ങനത്തവരാണെന്നോ ശരിക്കറിയില്ല. അവർ തന്നെ അടിച്ചാലും നിലത്തൂടെ വലിച്ചിഴിച്ചാലും നെഞ്ചത്ത് ചവിട്ടിയാലും സഹിക്കുകയേ നിർവാഹമുള്ളൂ. പ്രേമം. ആ രണ്ടക്ഷരത്തിൻ്റെ പിൻബലത്തിലാണ് ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയത്. ഒരു കാര്യം അവൾക്കിപ്പോൾ ഉറപ്പായി. ഇങ്ങനെ ഒരു പുരുഷനിൽ പ്രാണനും വിശ്വാസവും അർപ്പിച്ചിറങ്ങി പുറപ്പെടാൻ പെണ്ണിനു മാത്രമേ കഴിയൂ. ബോട്ട് ചെല്ലാനം ഏരിയ കഴിഞ്ഞുവെന്ന് ബോട്ട് ഓടിക്കുന്ന ആൾ പറയുന്നത് അവൾ കേട്ടു. അവളുടെ മനസ്സിൽ നടക്കുന്ന വടംവലികൾ മനസ്സിലാക്കിയിട്ടെന്നോണം ഡെനിസൺ അവളുടെ കൈത്തലം പിടിച്ചമർത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പേടിക്കണ്ട എന്നവൻ കണ്ണടച്ചു കാട്ടി. ചെല്ലാനം കഴിഞ്ഞപ്പോൾ അവരുടെ ബോട്ട് കടലിൽ കിടന്ന ഒരു മീൻപിടുത്ത വള്ളത്തെ സമീപിച്ചു. വള്ളത്തിനോട് ചേർത്ത് നിർത്തിയിട്ട് ഡെന്നിച്ചനോടും ഷീബയോടും എഴുന്നേറ്റ് വള്ളത്തിലേക്ക് കയറാൻ പറഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ ആദ്യം ഡെന്നിച്ചനെ കൈപിടിച്ച് കയറ്റി. ഡെന്നിച്ചൻ ഷീബ മേരിക്ക് കൈ കൊടുത്ത് വലിച്ചു കയറ്റി. വള്ളത്തിൽ കാറ്റുപായ പോലെ ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കീഴിൽ പലകയും പലകയ്ക്ക് മീതെ ചാക്കും വിരിച്ചിട്ടുണ്ട്. ഡെന്നിച്ചനോടും ഷീബയോടും അതിലിരുന്നു കൊള്ളാൻ ശൗര്യക്കുട്ടി നിർദ്ദേശിച്ചു. അവർ രണ്ടുപേരും വള്ളത്തിലിരുന്നു. അതോടെ പുറം കാഴ്ചകൾ കാണാൻ പറ്റാതായി. തിരയിളകുന്ന ശബ്ദം കേൾക്കാം. വള്ളത്തിൻ്റെ എൻജിൻ പ്രവർത്തിപ്പിക്കുന്ന ആളെ കാണാം. രണ്ടുപേർ വള്ളപ്പടിയിലിരിപ്പുണ്ട്. വള്ളത്തിൻ്റെ 2, 3, 4 കള്ളികളിൽ ഇതുവരെ പിടിച്ച മീനുകൾ കിടപ്പുണ്ട്. വള്ളം വടക്ക് ദിക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നു. സന്ധ്യ മയങ്ങി. കര ഒരു ഇരുണ്ട തുരുത്ത് പോലെയായി. ഡെന്നിച്ചനും ഷീബയും തോളോട് തോൾ ചാരിയിരുന്നു. ഷീബ ഡെന്നിച്ചൻ്റെ കൈ പിടിച്ച് മടിയിൽ വെച്ച് നഖം നുള്ളിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഡെന്നിച്ചൻ തലപൊക്കി നോക്കി. ശൗര്യക്കുട്ടിയുടെ ബോട്ട് കാണാനേയില്ല. മീൻപിടുത്ത വള്ളം ഫോർട്ട് കൊച്ചി അഴിമുഖത്തെത്തി. വേലിയേറ്റം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ശൗര്യക്കുട്ടിയും ചങ്ങാതിയും അഴിമുഖത്തെത്തുമ്പോഴേക്കും കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് അവരുടെ ബോട്ടിനെ സമീപിച്ചു. അവരോട് ബോട്ട് നിർത്താൻ ആവശ്യപ്പെട്ടു. അവരുടെ ബോട്ടിനോട് ചേർന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് നിർത്തി. അതിലുണ്ടായിരുന്നവർ ശൗര്യക്കുട്ടിയുടെ ബോട്ടിലേക്ക് കയറി വന്നു. എന്താ സാറേ? ശൗര്യക്കുട്ടി അവരോട് തിരക്കി. നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ വാരാപ്പുഴക്കാരാ സാറേ. കടലിലോട്ട് എന്തിനു പോയി? അതും ഈ ചെറിയ ബോട്ടുമായിട്ട്? വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ, ശൗര്യക്കുട്ടി പറഞ്ഞു. അഴിമുഖത്ത് ചെറിയ ബോട്ടുകൾ കൊണ്ടുപോകുന്നത് അപകടമാണെന്നറിയില്ലേ? ഞങ്ങൾ വേലി ഇറക്കത്തിലാണ് ഇങ്ങ് പോകുന്നത്. ഇപ്പോൾ വേലിയേറ്റമായല്ലോ, ഇനി തിരിച്ചു പോവുകയാ, ശൗര്യക്കുട്ടി കൂസലില്ലാതെ പറഞ്ഞു. നിങ്ങൾ ആലപ്പുഴയ്ക്ക് പോയിരുന്നോ? അത്ര ദൂരം ഈ ചെറിയ ബോട്ടിൽ കടലിൽ കൂടെ പോകാനോ? ഞങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ സാറേ? ഒരു പെൺകുട്ടിയുമായി ഒരു ചെറിയ ബോട്ട് പോകുന്നത് നിങ്ങൾ കണ്ടോ? ഒരു ചെറിയ ബോട്ട് ദൂരെ കൂടെ പോണത് കണ്ട് സാറേ. പെൺകുട്ടി ഉണ്ടോയെന്ന് അറിയില്ല, ശൗര്യക്കുട്ടി പറഞ്ഞു. അതെങ്ങോട്ടാണ് പോയത്? അതിൻ്റെ പോക്ക് കണ്ടിട്ട് വടക്കോട്ടാണെന്നാണ് തോന്നിയത്. മുനമ്പ ഭാഗത്തേക്കാണ് പോയേക്കണത്. അതെങ്ങനെയുള്ള ബോട്ടാണ്? ഇതിൻ്റെ ഇരട്ടിയുണ്ട് സാറേ, ശൗര്യക്കുട്ടി പറഞ്ഞു. നല്ല സ്പീഡാ, വെച്ചലക്കി പോണത് കണ്ട്. അതോടെ കോസ്റ്റ് ഗാർഡ്സ് ശൗര്യക്കുട്ടിയുടെ ബോട്ട് ഉപേക്ഷിച്ച് നേരെ വടക്കോട്ട് പിടിച്ചു. നേരെ കൊച്ചി കായലിന് പിടിച്ചു, ശൗര്യക്കുട്ടി ചങ്ങാതിയോട് പറഞ്ഞു. അവരുണ്ടായിരുന്നെങ്കിൽ പൊക്കിയണയല്ലേ. ബോട്ട് ഓടിച്ചിരുന്ന റോമിയോ റൊസാരിയോ ശൗര്യക്കുട്ടിയെ നോക്കി ആശ്വാസപുഞ്ചിരി പൊഴിച്ചു. അതിനല്ലേടാ നമ്മൾ മീൻവള്ളം പിടിച്ചിട്ടത്. ഇനി പുറകെ പോയി അവരെ പിക്ക് ചെയ്യണം, ശൗര്യക്കുട്ടി പറഞ്ഞു. അവരുടെ ബോട്ട് അഴിമുഖം കടന്ന് നേരെ മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോയി. മട്ടാഞ്ചേരി ഫിഷിംഗ് ഹാർബറിനപ്പുറം കായൽ നടുവിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു ഡെന്നിച്ചനും ഷീബ മേരിയും കയറിയ മീൻവള്ളം. ശൗര്യക്കുട്ടിയുടെ ബോട്ട് അവരുടെ വള്ളത്തോട് അടുപ്പിച്ച് നിർത്തി. ഡെന്നിച്ചനെയും ഷീബ മേരിയെയും വള്ളത്തിൽ നിന്ന് ബോട്ടിലേക്ക് കയറ്റി. മീൻവള്ളം നേരെ മട്ടാഞ്ചേരി ഫിഷിംഗ് ഹാർബറിലേക്ക് ഓടിച്ചുപോയി. ശൗര്യക്കുട്ടിയുടെ ബോട്ട് പനങ്ങാട്, പെരുമ്പളം, വൈക്കം വഴി തണ്ണീർമുക്കത്തേക്ക് തിരിച്ചു. തണ്ണീർമുക്കത്ത് നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് കടന്നു. വേമ്പനാട്ട് കായലിൽ ശൗര്യക്കുട്ടിയെയും സംഘത്തെയും കാത്ത് ഒരു ഹൗസ് ബോട്ട് കിടപ്പുണ്ടായിരുന്നു. ചെറിയ ബോട്ട് ഹൗസ് ബോട്ടിനോട് ചേർത്ത് നിർത്തി. ഡെന്നിച്ചനെയും ഷീബ മേരിയെയും അതിൽ നിന്നിറക്കി ഹൗസ് ബോട്ടിലേക്ക് കയറ്റി. പുറകെ ശൗര്യക്കുട്ടിയും കയറി ചെന്നു. ഹൗസ് ബോട്ടിൽ കയറിയ ഷീബ മേരി അന്തം വിട്ട് നിന്നുപോയി. ഒന്നാന്തരം വിരിയിട്ട ഡൺലപ്പ് കിടക്ക, ഇരട്ട തലയിണകൾ, കമ്പിളി പുതപ്പ്, അറ്റാച്ച്ഡ് ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഡൈനിങ് സെറ്റപ്പ്, 2 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ചെറിയ ഭക്ഷണമേശയും കസേരകളും, കായലിൻ്റെ വിശാലതയിലേക്ക് തുറക്കുന്ന വാതിൽ,
അവിടെ ചെറിയൊരു സിറ്റ് ഔട്ട്. നിങ്ങൾ ആദ്യം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വാ, അപ്പോഴേക്കും ഭക്ഷണം റെഡിയാകും, ശൗര്യക്കുട്ടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഇതിനകത്ത് ഒരു പേടിയും വേണ്ട, ആരും നിങ്ങളെ പിടിക്കാൻ വരത്തില്ല. ശൗര്യക്കുട്ടി എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ഡെന്നിച്ചൻ ചോദിച്ചു. എനിക്ക് പിടിപ്പത് പണിയുണ്ടല്ലോ. നമ്മൾ ഈ ചെയ്തു വെച്ചതിൻ്റെ മറുവശം നോക്കണ്ടേ? അവിടിപ്പം വലിയ ബഹളം നടക്കുമായിരിക്കും. ഇവളുടെ വീട്ടുകാരും പോലീസുകാരും കൂടെ നമ്മുടെ അമ്മയും വീട്ടുകാരെയും ദ്രോഹിക്കുന്ന ഉറപ്പല്ലേ? അവരെ രക്ഷിച്ചെടുക്കണ്ടേ? ഇനി അത്ര ദൂരം തിരിച്ചു പോകാനോ? ഡെന്നിച്ചൻ അന്താളിച്ചു. 6-7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇപ്പോൾ രാത്രി 10 കഴിഞ്ഞിരിക്കുന്നു. ഡെന്നിച്ചേട്ടൻ അറിയാൻ പാടില്ലേ? ഇതിൻ്റെ നേരെ അപ്പുറത്താ ചെല്ലിക്കടപ്പുറം. ബോട്ടിന് വന്നതുകൊണ്ടാ നമ്മൾ ഇത്ര വളഞ്ഞു വന്നത്. ഞാനിപ്പം പുന്നമട ചെന്നിട്ട് കരയ്ക്ക് കയറി ഒരു ഓട്ടോറിക്ഷ പിടിച്ച 3/4 മണിക്കൂറിനകത്ത് ചെല്ലിക്കടപ്പുറത്ത് ചെല്ലും, ശൗര്യക്കുട്ടി പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന ബുദ്ധി അപ്പോഴാണ് ഡെന്നിച്ചൻ്റെ തലയിൽ ഉദിച്ചത്. കടലിനും കായലിനുമിടയിൽ വെയിലത്ത് ഉണങ്ങാൻ വിരിച്ചിട്ട പട്ടുസാരി പോലെയാണ് ആലപ്പുഴ തൊട്ട് കൊച്ചി വരെയുള്ള കര. മീൻ, ഇറച്ചി, ഞണ്ട്, കക്ക, ചോറ്, പൊറോട്ട, ചപ്പാത്തി, പാല്, പഴം തുടങ്ങി എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കുക്ക് ശരിയാക്കി തരും. വാ തുറന്ന് ചോദിച്ചാൽ മതി. തിന്ന് കുടിച്ച് മതിച്ച് കിടന്നുറങ്ങ്. 3 ദിവസത്തേക്ക് നിങ്ങളെ ആരും തൊടൂല. 4-ാം ദിവസം ഞാൻ നിങ്ങളെ കോടതിയിൽ കൊണ്ടുപോയി നിർത്തും. അപ്പോഴത്തേക്കിന് നിങ്ങൾ കെട്ടിയവനും കെട്ടിയവളുമായി കഴിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഞാൻ പോകുക. നിങ്ങൾക്കുള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. മറുപടിക്കൊന്നും ശൗര്യക്കുട്ടി കാത്തു നിന്നില്ല. അപ്പോൾ തന്നെ ഹൗസ് ബോട്ടിൽ നിന്നിറങ്ങി. ഷീബ, മേരിയും ഡെന്നിച്ചനും ബെഡ്റൂമിന് വെളിയിൽ വന്ന് നോക്കി. അവർ വന്ന ബോട്ട് ശൗര്യക്കുട്ടിയെയും കൊണ്ട് പാഞ്ഞകലുന്നത് കണ്ടു. അതിൻ്റെ വെളിച്ചം മറിയുന്നതുവരെ രണ്ടുപേരും നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞ് പരസ്പരം നോക്കി. ഇനി എന്ത്? ഇതുവരെ നടന്നതെല്ലാം ഒരു സിനിമാ കഥ പോലെയാ ഡെന്നിച്ചന് തോന്നിയത്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഷീബ, മേരിയുടെ മുഖത്തും അതേ സംശയം തന്നെയായിരുന്നു. കുക്കിൻ്റെ ചുമ കേട്ട് രണ്ടുപേരും ഞെട്ടി. അയാൾ പുറകിൽ വന്ന് നിന്ന് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചതായിരുന്നു. വേഗം കുളിച്ചിട്ട് വന്ന ഭക്ഷണം നല്ല ചൂടിന് തരാം, അയാൾ പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താ? മോനച്ചൻ. ഇതിനകത്ത് വേറെ ആളുണ്ടോ? ഇതിൻ്റെ സ്രാങ്കും പണിക്കാരും ഒക്കെയുണ്ട്. ഇപ്പം തന്നെ ഇത് ഇവിടുന്ന് പുറപ്പെടും. എങ്ങോട്ട്? കുമരകം. 2-3 ദിവസം കൊണ്ട് എല്ലായിടും ഒന്ന് കറങ്ങി വരണമെന്നാ ആ സാറ് പറഞ്ഞിട്ട് പോയത്. ഏത് സാറ്? നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയില്ലേ ആ സാറ്. ഡെന്നിച്ചൻ അതിശയമായി. ശൗര്യക്കുട്ടി മോശക്കാരനല്ല, ഇവരുടെയൊക്കെ സാറാണ്. ഡെന്നിച്ചൻ ആദ്യം ഷീബ മേരിയെ കുളിക്കാൻ പറഞ്ഞയച്ചു. അവൾ കുളിച്ചു വന്നപ്പോൾ ധരിക്കാൻ നല്ല പുതുപുത്തൻ നൈറ്റിയും അടിവസ്ത്രങ്ങളും ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഡെന്നിച്ചനുമുണ്ട് പുതിയ ഒരു ജോഡി ഡ്രസ്സ്. രണ്ടുപേരും കുളിച്ചു വന്ന് ഡ്രസ്സ് മാറി ആഹാരം കഴിക്കാനിരുന്നു. ശൗര്യക്കുട്ടി പറഞ്ഞതുപോലെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ചപ്പാത്തി, ചോറ്, മത്സ്യവിഭവങ്ങൾ, മാംസവിഭവങ്ങൾ. ഭക്ഷണം കഴിച്ച് തൃപ്തരായി രണ്ടുപേരും കിടക്കയിലെത്തി. ഡെന്നിച്ചൻ്റെ അനിയനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. എന്താ ധൈര്യം? എന്താ പ്ലാനിങ്? ഷീബ മേരി പറഞ്ഞു. അവൻ കുട്ടിക്കാലത്തെ അങ്ങനെയാ, സ്പെഷ്യലിസ്റ്റാ. എന്നുവെച്ചാ? ഷീബ മേരി ഉത്സുകയായി. അവൻ എന്ത് ചെയ്താലും അതിനൊരു വെറൈറ്റി കാണും. മറ്റുള്ളവർ ചെയ്യുന്ന പോലല്ല അവൻ. നമ്മൾ കാണുന്ന പോലല്ല കാര്യങ്ങൾ കാണുന്നേ. അത് വേറൊരു ലെവലാ. എന്നാലും ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധി വേണ്ടായോ? പിന്നെ വേണ്ടേ? അവൻ്റെ ബുദ്ധി വേറൊരു ബുദ്ധിയാ. അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ബുദ്ധിയുള്ളത് കൊണ്ടാ. അവൻ ജീവിച്ചിരിപ്പില്ലെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവനെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു. ഡെന്നിച്ചൻ ആ കഥ മുഴുവൻ അവളോട് വിസ്തരിച്ച് പറഞ്ഞു. ഇപ്പോൾ ഡെന്നിച്ചനെയും എന്നെയും കൂടെ ഒന്നിപ്പിക്കാൻ ശൗര്യക്കുട്ടി ഇത്രയും കഷ്ടപ്പെട്ടല്ലോ. ഒന്നോർത്ത് നോക്കിയാ രൂപ എത്ര ചിലവായി. എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന പിക്കപ്പ്, കടലിൽ കൂടി നമ്മളെ കൊണ്ടുവന്ന ബോട്ട്, പിന്നെ നമ്മളെ കയറ്റിയ മീൻവള്ളം, ഇപ്പോൾ ഈ ഹൗസ് ബോട്ട്. ഇതിനെല്ലാം കൂടി 10,000-കണക്കിന് രൂപ ചിലവാകത്തില്ലേ? അതൊക്കെയാകും. ഡെന്നിച്ചൻ സമ്മതിച്ചു. ഇത്രയും പൈസ എവിടുന്ന് കിട്ടുന്നു? എനിക്കറിയത്തില്ല. പൈസ ഉണ്ടെങ്കിൽ തന്നെ ഇതുമാതിരി ചിലവാക്കണമെങ്കിൽ അത്രയ്ക്കൊരു സ്നേഹം വേണ്ടേ? ഷീബ മേരി ചോദിച്ചു. നിങ്ങൾ തമ്മിൽ കുഞ്ഞുനാൾ മുതൽ നല്ല കൂട്ടായിരുന്നോ? അതിന് മറുപടി പറയാൻ ഡെന്നിച്ചൻ്റെ നാവും മനസ്സും പെട്ടെന്ന് വഴങ്ങിയില്ല. എന്താ മിണ്ടാത്തേ? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ തോന്നത്തുള്ളൂ. ഷീബ മേരി അവൻ്റെ കൈത്തണ്ടയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു. അനുജനെ എടുത്തുകൊണ്ട് നടന്നതും വാരിക്കൊടുത്തതുമൊക്കെ ചേട്ടനായിരിക്കുമല്ലേ? സത്യം പറ,
അതുകൊണ്ടല്ലേ ഇത്രയും സ്നേഹം? അല്ല. ഡെന്നിച്ചൻ്റെ ഒച്ച പതറി. പിന്നെ അവനെ എനിക്ക് കണ്ണിന് കണ്ടുകൂടായിരുന്നു. ഡെന്നിച്ചൻ്റെ സ്വരത്തിൽ കുറ്റബോധത്തിൻ്റെ നനവ് കിനിഞ്ഞു. അവന് തിന്നാൻ വെച്ചിരിക്കുന്നതിന്ന് ഞാൻ ആരും കാണാണ്ട് കൈയിട്ട് വരും. അമ്മയ്ക്കല്ലാണ്ട് വേറെ ആർക്കും അവനെ ഇഷ്ടമല്ലായിരുന്നു. വീട്ടിലെ സ്വന്തക്കാർ വരുമ്പം കൊണ്ടുവരണ മിഠായിയും ബിസ്ക്കറ്റും ഒന്നും അവന് മാത്രം കൊടുക്കത്തില്ല. എന്നിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ പോയിരുന്നോണ്ട് കറുമുറെ കടിച്ചു തിന്നും. അവന് കൊടുക്കാൻ പോണ മാതിരി ഞാൻ നീട്ടി കാണിക്കും. അവൻ കൈ നീട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാനത് വായിലിട്ട് തിന്നും. അവൻ കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കും. അത്രയും ദുഷ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഡെന്നിച്ചൻ അതിനുത്തരം പറഞ്ഞില്ല. താൻ നികൃഷ്ടനാണെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു. അവന് ആരും ഒന്നും കൊടുത്തിട്ടില്ല. ദേഷ്യവും വെറുപ്പും വഴക്കും മാത്രം. ഡെന്നിച്ചൻ്റെ അനിയനല്ലേ, കൊച്ചുകുട്ടിയല്ലായിരുന്നോ? എല്ലാവരും അവനോട് അങ്ങനെയാണ് പെരുമാറിയത്. അമ്മയ്ക്ക് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ഷീബ മേരി നിശബ്ദയായി കിടന്നു. മൗനം നീണ്ടുപോയി. എന്താ ഒന്നും പറയാതെ? ഡെന്നിച്ചൻ ചോദിച്ചു. അതിനും മറുപടി ഉണ്ടായില്ല. എനിക്കറിയാം, എന്നോടിപ്പം ദേഷ്യം തോന്നുന്നുണ്ട് അല്ലേ? ഷീബ മേരി ദീർഘമായി നിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ വെറുത്തിട്ടും ആ മനുഷ്യന് നമ്മളെ സഹായിക്കാൻ തോന്നിയല്ലോ. വേറെ ആരാണെങ്കിലും തക്കം നോക്കി പകരം വീട്ടാൻ നിൽക്കത്തേയുള്ളൂ. ഇതും ഒരു പകരം വീട്ടലായിരിക്കും. അതെങ്ങനെ? ഞാൻ കൊടുത്ത കയ്പിന് പകരം കുറേ മധുരം തന്ന് എന്നെ നാണം കെടുത്തിക്കൊണ്ട് ഷീബ മേരി ചെറുന്നനെ ചിരിച്ചു. മധുരപ്രതികാരം അല്ലേ? ശരിക്കും എനിക്കിപ്പോൾ കുറച്ചിൽ തോന്നുന്നുണ്ട്. അത് വേണം ഡെന്നിച്ച, അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്തവനായി പോകും. ഡെന്നിച്ചനൊന്നും മിണ്ടിയില്ല. കുറേ കഴിഞ്ഞ് അവൾ ചോദിച്ചു, എന്താ ആലോചിക്കുന്നേ? വീട്ടിലിപ്പം എന്തെല്ലാം ബഹളങ്ങൾ നടന്നു കാണും. നിങ്ങളുടെ വീട്ടുകാർ ആളെയും കൂട്ടി വലിയ പട പോലെ വരത്തില്ലേ? പോലീസ് വരത്തില്ലേ? പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കേസല്ലേ? പോലീസുകാർ എൻ്റെ വീട്ടുകാരെയൊക്കെ ഉപദ്രവിച്ചു കാണും. ആ സാരമില്ല നീ. ശൗര്യക്കുട്ടി അങ്ങോട്ടല്ലേ പോയേക്കണത്? എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊള്ളും. പോലീസ് ശൗര്യക്കുട്ടീനെ കൂടെ പിടിച്ചാലോ? നിന്നെ തട്ടിക്കൊണ്ടുവന്ന കേസി അവനും പ്രതിയാവത്തില്ലേ? അവനെ പിടിച്ചാൽ നമ്മളെയും പിടിക്കും. ഇതെവിടെ ചെന്നെത്തൂ? അവൻ്റെ വാക്കിലും മനസ്സിലും തുളുമ്പി നിന്ന ഉൾഭീതി ക്രമേണ ഷീബ മേരിയിലേക്കും പകർന്നു. ആൻഡപ്പൻ പീറ്റർ ഇറക്കിക്കൊടുത്ത 2 വള്ളങ്ങളിൽ പോലീസ് ആലപ്പുഴ മുതൽ വടക്കോട്ട് കൊച്ചി വരെയുള്ള തീരക്കടലിൽ ചുറ്റിയടിച്ചു. വേഗം കൂട്ടാൻ വേണ്ടി ഓരോ വള്ളത്തിനും 2 എഞ്ചിൻ വീതം ഘടിപ്പിച്ചിരുന്നു. അറബിക്കടലിൻ്റെ അപാരതയിൽ അലയുന്ന ആയിരക്കണക്കിന് വള്ളങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വള്ളത്തെയോ ചെറുബോട്ടിനെയോ തിരിച്ചറിയുക പ്രയാസമായിരുന്നു. ചാകരയുള്ള കടപ്പുറങ്ങളിൽ വള്ളമടുപ്പിച്ച് അവിടെയുള്ള വള്ളക്കാരോട് ഇവിടെങ്ങാനും ഒരു ചെറുബോട്ട് വന്നോ, എവിടെയെങ്കിലും വെച്ച് കണ്ടോ എന്ന് ചോദിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. ഒരു ചെറിയ ബോട്ട് കൊച്ചി അഴിമുഖത്തേക്ക് പോകുന്നതായി കണ്ടുവെന്ന് ചെല്ലാനത്ത് നിന്ന് ചില മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വള്ളങ്ങൾ വൈപ്പിൻ വരെ പോയെങ്കിലും ഒന്നും കണ്ടെത്താനാകാതെ മടങ്ങി. രാത്രിയോടെ തിരിച്ചെത്തിയ പോലീസ് എമിലിയെയും ജാനറ്റിനെയും ആഞ്ചലോസിനെയും ചോദ്യം ചെയ്തു. ശൗര്യക്കുട്ടിയെയും ഡെന്നിച്ചനെയും പിടികിട്ടാത്തതിൻ്റെ കൈത്തരിപ്പ് ആഞ്ചലോസിൻ്റെ മുതുകിലാണ് തീർത്തത്. ജാനറ്റിനെയും എമിലിയെയും വനിതാ പോലീസ് വേണ്ട പോലെ കൈകാര്യം ചെയ്തു. പോലീസ് കടലിലെ തെരച്ചിൽ നിർത്തിയെങ്കിലും ആൻഡപ്പൻ പീറ്ററും മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും വള്ളങ്ങൾ സംഘടിപ്പിച്ച തീരക്കടലിൽ വടക്കോട്ട് മുനമ്പം വരെയുള്ള ഭാഗങ്ങളിലും കൊച്ചി കായലിലും തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ മകളെ വീണ്ടെടുക്കണമെന്നായിരുന്നു ആൻഡപ്പൻ പീറ്ററുടെ വാശി. പുലരും മുമ്പേ തിരിച്ചു കിട്ടിയാൽ കൊണ്ടുപോയവൻ്റെ കയ്യിൽ നിന്ന് മാനത്തിന് കോട്ടം തട്ടാതെ ഒരു പോറൽ പോലും മേൽക്കാതെ മകളെ മോചിപ്പിച്ചെടുത്തു എന്ന് ആരുടെ മുൻപിലും അഭിമാനത്തോടെ പറയാം. ഒരു രാത്രി കഴിഞ്ഞാൽ കളം മാറി. ചെല്ലിക്കടപ്പുറത്തെ ഡെന്നിച്ചൻ കൂട്ടിക്കൊണ്ടുപോയി ഒരു രാത്രി കൂടെ കിടത്തിയ പെണ്ണാകും അവൾ. സമൂഹമാധ്യമങ്ങളിൽ അവളുടെ മാർക്കറ്റ് വില കുത്തനെ ഇടിഞ്ഞു താഴും. കൊല്ലംപറമ്പിൽ ആൻഡപ്പൻ പീറ്ററുടെ അഹങ്കാരവും അഭിമാനവും ചുവടെ ഒടിഞ്ഞ കൊടിമരം പോലെ നിലം പതിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ആൻഡപ്പൻ പീറ്ററും മക്കളും ബന്ധുക്കളും. ചെല്ലിക്കടപ്പുറത്തുള്ള ആളുകൾ ആകെ അങ്കലാപ്പിലായിരുന്നു. 10 കൊല്ലം മുൻപാണ് അവർ ശൗര്യക്കുട്ടിയെ അവസാനമായി കണ്ടത്. അന്നവൻ 14 വയസ്സുള്ള ബാലനായിരുന്നു. 10 വർഷത്തിന് ശേഷം അവൻ്റെ തിരിച്ചുവരവ് എങ്ങനെയാണോ വേണ്ടിയിരുന്നത്? ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക ആ വീട്ടിലെ സ്ത്രീകളല്ലേ? പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് എങ്ങനെയെല്ലാം ഉപദ്രവിക്കുമെന്ന് ആർക്കറിയാം? അക്കൂട്ടത്തിൽ യൗവനയുക്തയായ ഒരു പെണ്ണുമുണ്ട്, ജാനറ്റ്. നാടും വീടും വിട്ട് എവിടെയോ പോയവൻ 10 വർഷത്തിന് ശേഷം തിരിച്ചെത്തുമ്പോൾ വീട്ടുകാർക്ക് അനുഗ്രഹമാവുകയാണോ വേണ്ടത്, അതോ ഉപദ്രവമാവുകയാണോ?
ഡെന്നിച്ചൻ ഒരു പെണ്ണിനെ പ്രേമിച്ചെങ്കിൽ അതിൽ ശൗര്യക്കുട്ടിക്ക് എന്ത് കാര്യം? ഡെന്നിച്ചൻ ആഞ്ചലോസിൻ്റെ മകനാണെങ്കിൽ ശൗര്യക്കുട്ടിയുടെ തന്ത വേറൊരുത്തനാണ്. അല്ലെങ്കിൽ തന്നെ ശൗര്യക്കുട്ടി ഉത്തരവാദിത്വത്തോടെ ആദ്യം ചെയ്യേണ്ട കാര്യം അർദ്ധ സഹോദരന് പെണ്ണ് പിടിച്ചു കൊടുക്കുകയാണോ, അതോ പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ മാന്യമായി കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണോ? എന്തായാലും അവൻ നിസ്സാരക്കാരനല്ല, തോമസ് ചേട്ടൻ അഭിപ്രായപ്പെട്ടു. അവനൊരു പുതിയ പിക്കപ്പിലാ ആ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നേ. എന്നിട്ട് അവളെയും കയറ്റിപ്പോയത് സ്പീഡ് ബോട്ടിലും. എനിക്ക് തോന്നുന്നത് അവനുണ്ടല്ലോ ശൗര്യക്കുട്ടി, അവൻ വരവറിയിച്ചതാണെന്നാ. എന്നാ പറഞ്ഞിട്ട് എന്താ ചേട്ടാ കാര്യം? വീട്ടുകാരെല്ലാം പോലീസ് സ്റ്റേഷനിലായില്ലേ? അവന്മാരെ രണ്ടും ഒളിവിലും. മനുഷ്യൻ്റെ കണ്ണും വെട്ടിത്തിറങ്ങാൻ പറ്റുമോ? അവന്മാരെ രണ്ടിനെയും എവിടെ കിട്ടിയാലും പോലീസ് പൊക്കത്തില്ലേ? കൊച്ചുകുന്നിൽ പോലീസ് ചേട്ടൻ ചോദിച്ചു. അതിനും അവൻ എന്തെങ്കിലും മറുമരുന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ? തോമസ് ചേട്ടൻ മറുചോദ്യം ഇട്ടു. ഒന്നും കാണാതെ അവൻ ഇത്രയൊക്കെ ചെയ്യുവോ? കഴിഞ്ഞ 10 കൊല്ലത്തെ അവൻ്റെ ചരിത്രമൊന്നും നമുക്കറിയാൻ മേലല്ലോ. ഞാനുള്ള കാര്യം പറയാം. വള്ളക്കാരൻ കുഞ്ഞച്ചൻ ഇടയ്ക്ക് കയറി. നമ്മളെപ്പോഴും നമ്മുടെ കരക്കാരുടെ കൂടെ നിന്നാൽ മതി. ആർക്കെങ്കിന്ന് അവന്മാർ വന്ന് ഡെന്നിച്ചനെ തല്ലിയപ്പം നമ്മളാരും ചോദിക്കാനില്ലായിരുന്നു. ശൗര്യക്കുട്ടി അതിന് പകരം വീട്ടി. അവൻ നമ്മുടെ കരക്കാരനാ, ആൻ്റപ്പൻ പീറ്ററല്ല നമ്മുടെ ആള്. അത് ശരിയാണെന്ന് മിക്കവർക്കും തോന്നി. അയൽക്കാരെല്ലാവരും ചേർന്ന് പരിക്കേറ്റ കുഞ്ഞനെ ഇതിനകം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. SI ജോൺസൺ 11 മണി കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. കുളിച്ച് ഭാര്യ വിളമ്പിക്കൊടുത്ത അത്താഴം കഴിച്ച് കിടപ്പറയിലെത്തുമ്പോൾ മണി 12ആയി. അതിനിടയിൽ ഭാര്യ ജെസ്സിയോട് വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട സംഭവം ചുരുക്കി പറഞ്ഞു. ആൻ്റപ്പൻ പീറ്ററുടെ മകളെ തട്ടിക്കൊണ്ടു പോയെന്ന് കേട്ടതും ജെസ്സി ഉഷാറായി. ഞാൻ കണ്ടിട്ടുണ്ട്, സുന്ദരിയാ. പള്ളിയിലൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അവളെ ആര് തട്ടിക്കൊണ്ടുപോയി? ചെല്ലിക്കടപ്പുറത്തെ ഒരുത്തൻ, പ്രീമിയർ കമ്പനിയിലെ ഡ്രൈവറാ. അതിന് തൊട്ടടുത്തല്ലേ ആൻ്റപ്പൻ്റെ വീട്? മതിലിനപ്പുറവും ഇപ്പുറവും നിന്ന് കണ്ണും കൈയും കാണിച്ച് വശത്താക്കിയതാ. എന്നാലും വല്ലാത്ത ധൈര്യമാണല്ലോ. അവന് പണി കിട്ടും. പകലും രാത്രിയും അവനെ തപ്പി നടക്കുമായിരുന്നു. കടലിലും കരയിലും എല്ലായിടത്തും. എവിടെ മുങ്ങിയെന്നറിയില്ല. അവൻ ഒറ്റയ്ക്ക് ചെയ്തോ അതോ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയാണല്ലോ ഇപ്പം, ജെസ്സി ചോദിച്ചു. അവൻ്റെ അനിയൻ ഒരുത്തനുണ്ടായിരുന്നു. 10 വർഷം മുമ്പ് നാട് വിട്ടു പോയവനാ, ശൗര്യക്കുട്ടി. അവനാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. ജോൺസൺ സംഭവത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം നൽകി. ജെസ്സിക്ക് അത് കേട്ട് ഹരം പിടിച്ചു. അവനാൾ കൊള്ളാമല്ലോ. കേട്ടിട്ട് ഒരു ത്രില്ലിംഗ് സിനിമാ കഥ പോലെ ഇരിക്കുന്നു. അവന്മാരെ എൻ്റെ കയ്യിൽ കിട്ടും. നാളെ തന്നെ പൊക്കും ഞാൻ അവനെ. അവരൊളിവിലല്ലേ? എത്ര സമയം ഒളിവിലിരിക്കും? ഒരു പിക്കപ്പ്, ഒരു സ്പീഡ് ബോട്ട്, 2 ആണുങ്ങൾ, ഒരു പെണ്ണ്. ഇതൊന്നും പെട്ടിയിലിട്ട് അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ, ജോൺസൺ പകയോടെ പറഞ്ഞു. അവൻ്റെ വീട്ടുകാരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിൽ അടച്ചു. അവന്മാർക്ക് വരാതിരിക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയും പെങ്ങളുമാ ലോക്കപ്പിൽ. സംസാരിച്ചു കൊണ്ടിരിക്കെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു കുട്ടി ചിണുങ്ങിക്കരഞ്ഞു. ജെസ്സി എഴുന്നേറ്റ് അടുത്ത ബെഡ്റൂമിൽ ചെന്ന് നോക്കി. കുട്ടികൾ 2 പേരും അവരവരുടെ ടെഡി ബിയറിനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നു. മൂത്തവൾ ആൻ മരിയയ്ക്ക് ഉറക്കത്തിൽ കരച്ചിലും വർത്തമാനവും ഉണ്ട്. ചിലപ്പോൾ എണീറ്റ് നടക്കുകയും ചെയ്യും. ജെസ്സി അവളുടെ കട്ടിലിരുന്ന് പതിയെ തലയിലൂടെ കൈയൊടിച്ചു. അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോന്നു. ബെഡിൽ ഇരുന്ന ശേഷം ലൈറ്റ് അണച്ചു. അവൾ മനസ്സോടെ ഇറങ്ങിപ്പോയതാണെങ്കിൽ ഇനി പിടികിട്ടിയിട്ട് എന്താ കാര്യം? ജെസ്സി ചോദിച്ചു. നീ അത് വിട്ടില്ലേ? ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കെട്ടിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്? വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയും ആരായി? വെറും വിഡ്ഢികളോ? അവൾ അവനെ മതിയെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? കോടതി കൊണ്ട് ചെല്ലുമ്പം അവളങ്ങനെ പറഞ്ഞാൽ വിട്ടുകൊടുക്കാനല്ലേ പറ്റൂ? അതിനു മുമ്പ് അടിച്ചവൻ്റെ തണ്ടല് ഞാൻ ഒടിക്കും. അവളെ കോടതിയിലോട്ട് ആര് കൊണ്ടുപോണ്? നേരെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിടും. വേണ്ടി വന്ന മുട്ടുകാല് തല്ലിയൊടിക്കും. അതിനും പോന്നവരാ ആ തന്തയും ആൺമക്കളും. ഇറച്ചിവെട്ടുകാരല്ലേടി? കൊണ്ടുപോയവൻ അവളെ വിട്ടുകെട്ടണമെന്ന് പറഞ്ഞ് കോടതി പോയാലോ? അവൻ എണീറ്റ് നിന്നിട്ട് വേണ്ടേ കോടതി പോകാൻ? മതി, കിടന്നുറങ്ങാൻ നോക്ക്. SI ജോൺസണ് മുഷിഞ്ഞു. കണ്ണിൽ മയക്കം വന്ന് കണ്ണടഞ്ഞു വരുമ്പോഴേക്കും മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. ജോൺസൺ കണ്ണു തുറന്ന് തെല്ല് ദേഷ്യത്തിൽ ഭാര്യയെ നോക്കി. ഭാര്യയുടെ വായ്ക്കുമീതെ ഒരു ടേപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ജോൺസൺ നടുക്കത്തോടെ തൊട്ടപ്പുറത്ത് ഒരു ചലനത്തിലേക്ക് കണ്ണു പായിച്ചു. ഒരു യുവാവ് ഡൈനിങ് റൂമിലെ കസേര തൂക്കിയെടുത്തു കൊണ്ടുവരുന്നു. അത് കട്ടിലിനരികെ വയ്ക്കുന്നു. അതിൻ്റെ പുറം ഭാഗം മുൻപിലാക്കി അതിലിരിക്കുന്നു. ജോൺസൺ പിടഞ്ഞെഴുന്നേറ്റു. ഗുഡ് ഈവനിങ് സർ, ഞാൻ ശൗരി, യുവാവ് സ്വയം പരിചയപ്പെടുത്തി. ജോൺസൺ പെട്ടെന്ന് തലയിണ കീഴിലും കട്ടിലിനപ്പുറത്ത് ഷർട്ടും പാൻസും തൂക്കിയിടുന്ന ഡ്രസ് ഹോൾഡറിലും നോക്കി. പിസ്റ്റൾ എൻ്റെ കയ്യിലുണ്ട്. ദാ. ശൗരി ഷർട്ടിനടിയിൽ നിന്ന് പിസ്റ്റൾ എടുത്തു.
അത് ജോൺസന്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. ജോൺസൺ പെട്ടെന്നത് ശൗര്യയുടെ നേർക്ക് ചൂണ്ടി. മണ്ടൻ. ശൗര്യ ചിരിച്ചു. ആരെങ്കിലും എന്നെ വെടിവെച്ചോ എന്ന് പറഞ്ഞ് ശത്രുവിൻ്റെ കയ്യിലോട്ട് തോക്ക് കൊടുക്കുമോ സർ? ജോൺസൺ തോക്ക് നോക്കി. തൻ്റേത് തന്നെയാണ്. ഹോൾസ്റ്ററിലാണ് ഇട്ടിരുന്നത്. അതിനകത്ത് ഉണ്ടയില്ല സർ. ജോൺസന് കാര്യം മനസ്സിലായി. എന്നെ പിടികിട്ടാൻ വേണ്ടിയാണല്ലോ സാർ എൻ്റെ വീട്ടുകാരെ ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത്. ഞാനിതാ സാറിൻ്റെ മുമ്പിലിരിക്കുന്നു. ഇനി ഞാൻ ഇവിടുന്ന് പോകാതെ നോക്കേണ്ടത് സാറിൻ്റെ ചുമതലയാണ് അല്ലേ? ജോൺസൺ ഭാര്യയെ നോക്കി. ജെസ്സി എന്തുകൊണ്ടാണ് എണീക്കാത്തതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അവൾക്ക് നിഷ്പ്രയാസം വായിലൊട്ടിച്ചിരിക്കുന്ന ടേപ്പ് വലിച്ചു പറിച്ചു കളയാം, എന്നിട്ട് നിലവിളിച്ച് ശബ്ദമുണ്ടാക്കാം. അതൊന്നും അവൾ ചെയ്യുന്നില്ല. അവളുടെ വലത് കൈ അവളുടെ മുതുകിനടിയിലാണ്. മെറ്റേ കൈ അവളുടെ പിൻകഴുത്തിലും. കൈ കെട്ടിയിട്ടില്ല എന്നതിന് ഇതിനപ്പുറം തെളിവ് വേണ്ട. സാറേ, കൈ രണ്ടും ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നതാ. ഇനി അത് എടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. എന്ന് വെച്ച് വേദനയൊന്നുമില്ല. അനങ്ങാതിരുന്നാ മതി. സുഖമാ. ശൗര്യ പറഞ്ഞു. ഞാനിപ്പോൾ വന്നത് സത്യം പറഞ്ഞ ഒരു സന്ധി സംഭാഷണത്തിനാ. സാറിന് എന്നോട് ഒരു വിരോധവും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സാറിനെ ഒരു വിധത്തിലും ദ്രോഹിച്ചിട്ടില്ലല്ലോ. സാറിനോട് എനിക്ക് ആ വിരോധം. എൻ്റെ ചേട്ടനെ ആ ആൻ്റപ്പൻ പീറ്ററുടെ ആളുകൾ വന്ന് കടപ്പുറത്തിട്ട് തല്ലിയപ്പോൾ സാർ അവർക്കെതിരെ കേസെടുത്തില്ല. പകരം എൻ്റെ ചേട്ടനെ ഉപദ്രവിക്കാൻ നോക്കുകയായി ചെയ്തത്. അതെല്ലാം നമുക്കിവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. ഇപ്പോൾ സാറ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരെ ലോക്കപ്പിൽ നിന്ന് വിടണം. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെടാ റാസ്കൽ? SI കട്ടിലിൻ്റെ മറുവശത്തേക്ക് ചാടി എഴുന്നേറ്റു. ഞാൻ പലതും ചെയ്യും സാറേ. ഞാനിങ്ങനെ കൂളായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സാർ ആദ്യമേ മനസ്സിലാക്കണം. 1, എനിക്ക് സാറിനെ പേടിയില്ല. 2, എന്നോട് ഗുസ്തി പിടിക്കാൻ വന്ന സാറ് തോറ്റുപോകും. 3, ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ട് വന്ന പോലെ തന്നെ തിരിച്ചു പോകാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ സാറ് ഒരുറപ്പുമില്ലാതെയാ എണീറ്റ് നിന്ന് മസിൽ പെരുപ്പിക്കുന്നത്. ജോൺസൺ ഇടത് കൈകൊണ്ട് പരതി മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ എടുത്തു. ഒളിച്ചെടുക്കണ്ട, നേരെ തന്നെ എടുത്തു. എന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറ. ശൗര്യക്കുട്ടിയെ കിട്ടി. ഇനി അവൻ്റെ വീട്ടുകാരെ വിട്ടയച്ചേക്കാൻ ശൗര്യ നിർദ്ദേശിച്ചു. ജോൺസൺ ഫോണിൻ്റെ പാസ്വേഡ് ലോക്ക് മാറ്റി. പറയുന്ന വാക്കൊന്നും തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയ സാറ് 2 അക്ഷരം തികച്ചു പറയുന്നതിന് മുമ്പ് സാറിൻ്റെ 2 പല്ല് കൊഴിയും. ശൗരി മുന്നറിയിപ്പ് നൽകി. ജോൺസൺ ഫോൺ മുഖത്തിന് നേർക്ക് കൊണ്ടുവന്നു. പെട്ടെന്നൊരു വെളിച്ചം മിന്നി. ഒരു സെക്കൻഡ് നേരത്തേക്ക് ശൗര്യക്കുട്ടിയുടെ കണ്ണഞ്ചിപ്പോയി. സാറ് ഒന്നും പറയണ്ട, ഞാൻ നല്ലപോലെ നിന്ന് തരുമല്ലോ ഫോട്ടോ എടുക്കാൻ. ശൗര്യ എഴുന്നേറ്റ് നിന്നു. സാർ എത്ര വേണമെങ്കിലും എടുത്തോ. ഇത് നല്ല കളി. ഫോട്ടോ എടുക്കുന്നതിന് എനിക്കെന്താ? നമുക്ക് 2 പേർക്കും കൂടെ നിന്ന് വേണമെങ്കിൽ ഒരു സെൽഫിയും കൂടെ എടുക്കാം. ജോൺസൺ തൻ്റെ മുഖം മറയ്ക്കുന്ന ആംഗിളിൽ ഫോൺ പിടിച്ചിട്ട് ഇടം വലം ഏറ് കണ്ടിട്ട് നോക്കി. അടുത്ത ക്ഷണം ഒരൊറ്റ കുതിപ്പിന് ബാത്റൂമിൽ കടന്ന് വാതിലടച്ചു. തൻ്റെ ദേഹത്തിനു മീതെ ഒരു മൃഗം വായുവിൽ കുവിടി നീന്തിപ്പോയതുപോലെയാണ് ജെസ്സിക്ക് തോന്നിയത്. കാതടപ്പിക്കുന്ന ഒരൊച്ച. ജെസ്സി കൺകോണിലൂടെ നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ പറഞ്ഞുപോയി. ജോൺസന്റെ ദേഹത്തടിക്കുന്നതും ചവിട്ടിയ കാൽ ശൗര്യ പിൻവലിക്കുന്നതുമാണ് കണ്ടത്. എല്ലാം നിമിഷാർത്ഥം കൊണ്ട് കഴിഞ്ഞു. ജെസ്സി ഒന്ന് കണ്ണടച്ച് തുറന്നു. ബാത്റൂമിന് വാതിലില്ല. ജോൺസന്റെ നെറ്റി പൊട്ടി ചോരച്ചാലുകൾ ഒഴുകുന്നുണ്ട്. ഫോൺ കയ്യിലില്ല. ശൗര്യ ഒന്നും സംഭവിക്കാത്തതുപോലെ വാതിൽക്കൽ നിൽപ്പുണ്ട്. താഴെ വീണ് കിടന്ന ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് മീതെ ഓരോ ചോരത്തുള്ളി വീഴുമ്പോഴും സ്ക്രീൻ മാറി മാറി വന്നു. ശൗര്യക്കുട്ടി കൈ നീട്ടി ടവലെടുത്ത് ചോരയൊപ്പാൻ വേണ്ടി ജോൺസന് കൊടുത്തിട്ട് പറഞ്ഞു, സോറി, ഇത്രയും വിചാരിച്ചില്ല. ജോൺസൺ നെറ്റിയിലെ ചോര ഒപ്പിയിട്ട് പതിയെ ഓരോ ചുവട് പിന്നോട്ട് മാറി. ഇളകി പറഞ്ഞുപോയ ഫൈബർ ഡോർ ആരോ ചാരി വെച്ചതുപോലെ ചുമരിനരികിലിരിപ്പുണ്ടായിരുന്നു. ചോരയൊപ്പിയ ടവൽ വിരിക്കാനെന്ന പോലെ ടവൽ ഹോൾഡറിന് നേർക്ക് തിരിഞ്ഞ ജോൺസൺ ആഞ്ഞു വലിച്ച് അത് ഇളക്കിയെടുത്തു. സ്റ്റീൽ ടവൽ ഹോൾഡർ ശൗര്യയ്ക്ക് നേരെ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് അയാൾ ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി. സാറേ, ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. വെറുതെ സമയം കളയല്ല്. ജോൺസൺ ശൗര്യക്കുട്ടിയുടെ മുഖത്തിന് നേർക്ക് ടവൽ ഹോൾഡർ ആഞ്ഞു വീശി. ശൗര്യ ഒരു പൂച്ചയെപ്പോലെ ഒഴിഞ്ഞ് ഇടത് കൈകൊണ്ട് അടിതടുത്ത് ടവൽ ഹോൾഡറിൽ പിടിച്ചിട്ട് ജോൺസന്റെ താടിയെല്ലിന് പാകത്തിൽ വലത് കൈ ചുരുട്ടി ഒരിടി ഇടിച്ചു. അടുത്ത ക്ഷണത്തിൽ ബോക്സിംഗ് ഗോതയിൽ വീഴും പോലെ ജോൺസൺ കുഴഞ്ഞു വീണു. ശൗര്യ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 10 വരെ എണ്ണിയിട്ടും ജോൺസൺ തലപൊക്കിയില്ല. ശൗര്യ കുനിഞ്ഞ് ജോൺസന്റെ ഫോണെടുത്ത്
അതിൽ വീണ ചോരത്തുള്ളികൾ ടവൽ കൊണ്ട് തുടച്ചു മാറ്റി. അത് പോക്കറ്റിലിട്ട ശേഷം ക്ലോസറ്റിൻ്റെ വലതുവശത്തുള്ള ഹെൽത്ത് ഹോസ് എടുത്ത് ജോൺസന്റെ മുഖത്തേക്ക് വെള്ളം ചീറ്റിച്ചു. ഏതാനും സെക്കൻഡുകൾക്കകം ജോൺസൺ കണ്ണു തുറന്നു. ശൗര്യക്കുട്ടി ഹെൽത്ത് ഹോസ് യഥാസ്ഥാനത്ത് വെച്ചിട്ട് ജോൺസന്റെ നേർക്ക് കൈ നീട്ടി. എണീറ്റ് വാ സാറേ. ജോൺസൺ സ്ഥലകാലബോധം ശരിക്കും കിട്ടാത്തതുപോലെ ശൗര്യക്കുട്ടിയെ തുറച്ചു നോക്കി. സാറേ, മത്സരം ആദ്യ റൗണ്ടിൽ തന്നെ കഴിഞ്ഞു. ഞാൻ തന്നെ എന്നെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. സാറ് തോറ്റുപോയി. എണീറ്റു വാ. ജോൺസന് പരസഹായമില്ലാതെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അയാൾ നീട്ടിയ കയ്യിൽ ശൗര്യക്കുട്ടി പിടിച്ചു. 5 ഉരുക്ക് കമ്പികൾ തൻ്റെ വിരലുകളെ ചുറ്റിയതുപോലെയാണ് ജോൺസന് തോന്നിയത്. നിവർന്നെണീക്കാൻ അയാൾക്ക് ഒട്ടും ആയാസം വേണ്ടി വന്നില്ല. ഒറ്റ കൈകൊണ്ട് ശൗര്യക്കുട്ടി അയാളെ ഉയർത്തി നേരെ നിർത്തി. സാർ ആ വാഷ് ബേസിനിലേക്ക് തുപ്പിയാട്ടെ, ശൗര്യക്കുട്ടി പറഞ്ഞു. ജോൺസന്റെ കടവായിലൂടെ ചോരത്തുള്ളി വരുന്നുണ്ടായിരുന്നു. താടിയും കവിൾത്തടവും മരവിച്ചിരുന്നതിനാൽ അയാൾ അതൊന്നും അറിഞ്ഞില്ല. ജോൺസൺ വാഷ് ബേസിനിലേക്ക് കുനിഞ്ഞു തുപ്പി. കൊഴുത്ത ചോര. ശൗരി ടാപ്പ് തുറന്നു വിട്ട് അത് ഒഴുക്കിക്കളഞ്ഞു. ഇത്തിരി വെള്ളം പിടിച്ച് വാ കഴുകിക്കോ സാറേ. ജോൺസൺ വായിൽ വെള്ളം പിടിച്ചു തുപ്പി. കഠിനമായ വേദന കാരണം കുലുക്കൊഴിയാൻ സാധിച്ചില്ല. 2ഓ 3ഓ പല്ലിന് ഇളക്കം കാണും. നാളെ തന്നെ ഒരു ദന്താശുപത്രി പോയി എന്താന്ന് വെച്ചാൽ ചെയ്തേക്കണം, ശൗര്യക്കുട്ടി പറഞ്ഞു. എനിക്ക് ഇളക്കാനല്ലാതെ ഉറപ്പിക്കാൻ അറിയത്തില്ല. ശൗര്യ തന്നെ രക്തം പുരണ്ട ടവൽ എടുത്തു കൊടുത്തു. ജോൺസൺ മുഖമൊപ്പി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാലും പോട്ടെ, സാറ് വാ. ശൗര്യ തോളത്ത് കൈവച്ച് പിടിച്ചുകൊണ്ട് ജോൺസനെ ബെഡ്റൂമിലേക്ക് തിരികെ കൊണ്ടുവന്നു. പരിഭ്രാന്തയായി നോക്കിക്കൊണ്ട് കിടന്ന ജെസ്സിയോട് ശൗര്യ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ലെന്നേ. ജോൺസനെ കട്ടിലിൽ ഇരുത്തിയിട്ട് ശൗര്യ ഫോൺ എടുത്തു കൊടുത്തു. സാറ് സ്റ്റേഷനിലോട്ട് വിളിച്ചാട്ടെ. ഇപ്പോൾ തന്നെ കുറേ ലേറ്റായി. എൻ്റെ അമ്മയും പെങ്ങളും വീട്ടിൽ പോയി കിടന്നുറങ്ങട്ട്. അതല്ലേ അതിൻ്റെ ശരി. ജോൺസൺ ഫോണിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ശൗര്യക്കുട്ടി ജോൺസന്റെ താടിക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, സാർ എന്താ ആലോചിക്കുന്നേ? ജോൺസന് താടിയിൽ പൊട്ടിയതുപോലൊരു വേദനയുണ്ടായി. അയാൾ ഒരു നായ്ക്കുട്ടിയെപ്പോലെ ഞെരങ്ങി. സോറി, താടിയെല്ല് ഇളകിയിരിക്കുവെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ശൗര്യക്കുട്ടി താടിയിൽ നിന്ന് കൈയെടുത്തു. വിട്ടേക്കൻ പറ സാറേ, ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യ്. സാർ ഇതുവരെ ചെയ്തതെല്ലാം പോക്രിത്തരങ്ങളാ. എൻ്റെ ചേട്ടനുണ്ടല്ലോ ഡെന്നിച്ചൻ, എന്നെക്കായാലും 2 വയസ്സിന് മൂത്തതാ. 26 വയസ്സ്. ചേട്ടൻ ഒരു പെണ്ണിനെ പ്രേമിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ? സാറ് പറ. ജോൺസൺ മിണ്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഇവനെ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു അയാൾ. ഒറ്റ ദിവസം ലോക്കപ്പിൽ കിട്ടിയാൽ മതി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇവൻ എണീറ്റു നിവർന്നു നിൽക്കില്ല. ഈ ഒരു രാത്രി കഴിഞ്ഞു കിട്ടിയാൽ ഇവൻ ഈ ആലപ്പുഴ ജില്ലയിലുണ്ടെങ്കിൽ ജോൺസൺ പൊക്കിയിരിക്കും. ജോൺസൺ കണ്ണിമയ്ക്കാതെ തുറച്ചു നോക്കുന്നത് കണ്ട് ശൗര്യക്കുട്ടി പിന്നെയും അയാളുടെ താടിക്ക് പിടിച്ച് കുലുക്കി. സാറേ, സാറിൻ്റെ കിളി പോയോ? ജോൺസൺ കഠിന വേദന കൊണ്ട് പിന്നെയും ഞരങ്ങി. സോറി, ഞാൻ പിന്നെയും മറന്നു. ശൗര്യക്കുട്ടി പിടിവിട്ടു. ഒരൊറ്റ ഇടി മതി ഇവനെ നിലംപരിശാക്കാൻ, ജോൺസൺ വിചാരിച്ചു. ഒന്നുകിൽ മൂക്കിന്, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക്. അതിന് ഉന്നം നോക്കിക്കൊണ്ട് അയാൾ മൊബൈലിൽ പോലീസ് സ്റ്റേഷനിലെ നമ്പർ തിരഞ്ഞു. ഇടിക്കാൻ വേണ്ടി കൈ ചുരുട്ടി വെച്ചു. നമ്പർ തിരയുന്നതിനിടയിൽ മുന്നോട്ടാഞ്ഞതും ശൗര്യക്കുട്ടിയുടെ മൂക്കിന് നേരെ ഇടിച്ചതും ഒപ്പം കഴിഞ്ഞു. കസേരയുടെ ചാരുന്ന ഭാഗം മുന്നിലാക്കിയിട്ട് അതിലിരുന്ന ശൗരി നൊടിയിടയിൽ എണീൽക്കലും കസേര ഉയർത്തലും ഒപ്പക്കഴിഞ്ഞു. ബലം കുറഞ്ഞ പ്ലാസ്റ്റിക് അഴികൾ പൊളിച്ചുകൊണ്ട് ജോൺസന്റെ കൈ കസേരയ്ക്കിപ്പുറം വന്നു. പൊട്ടിക്കേറിയ പ്ലാസ്റ്റിക് അരികുകൾ ജോൺസന്റെ മുഷ്ടിയിലും കൈത്തണ്ടയുടെ പാതി വരെയും രക്തരേഖകൾ കോറിയിട്ടു. കസേരയിൽ ഇടിച്ചു കയറി കുടുങ്ങിയ മുഷ്ടി തിരിച്ചെടുക്കാൻ ജോൺസൺ എളുപ്പമായിരുന്നില്ല. ശൗര്യ കസേരയിൽ തിരികെ ഇരുന്നിട്ട് ചോദിച്ചു, സഹായിക്കണോ? ജോൺസൺ ഒന്നും മിണ്ടാതെ മുഷ്ടി നിവർത്തിയും മറ്റും കൈ കസേരയിൽ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിച്ചു. ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട സാറേ. ശൗര്യക്കുട്ടി കൈപ്പത്തികൊണ്ട് ആ മുഷ്ടിയിൽ ഒരിടി ഇടിച്ചു. കസേര പൊളിഞ്ഞ ദ്വാരത്തിലൂടെ തന്നെ ജോൺസന്റെ കൈ തിരികെ ഊരിപ്പോയി. അപ്പോഴും കുറേ ചോരപ്പോറലുകളുണ്ടായി. സാറേ, ക്ഷമയ്ക്കും ഒരതിരില്ലേ? സാറ് സ്റ്റേഷനിലോട്ട് വിളി. ഇല്ലെങ്കിൽ സാറിപ്പം എന്നെ ഇടിക്കാൻ ഉദ്ദേശിച്ച ഇടി ഞാൻ തിരിച്ചിടിക്കും. ജോൺസൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. മറുവശത്ത് ഹലോ ശബ്ദം കേട്ടപ്പോൾ ജോൺസൺ ചോദിച്ചു, ASI റോബർട്ട് ഉണ്ടോ? ഉണ്ട് സാറേ. ആ, ഫോൺ കൊടുക്ക്. നിമിഷങ്ങൾക്കകം റോബർട്ട് ലൈനിൽ വന്നു. സാർ ഇതുവരെ കിടന്നില്ലേ? ഇല്ല. റോബർട്ട് ഒരു കാര്യം ചെയ്യണം. ആ എമിലിയുടെ വീട്ടുകാരെയൊക്കെ വിട്ടേക്ക്. സാറേ, അവർ 3 പേരെയും വിടണോ? ആ, 3 പേരെയും വിട്ടേക്ക്. സാറ് തന്നെയല്ലേ പറഞ്ഞത് മറ്റവനെ കിട്ടാതെ വിടരുതെന്ന്?
ആ കുഴപ്പമില്ല. അവൻ എവിടെയുണ്ടെന്ന് വിവരം കിട്ടി. ശൗരി എഴുന്നേറ്റ് കൈ നീട്ടി ഫോൺ വാങ്ങി. എന്നിട്ട് ഫോണിൽ കൂടി പറഞ്ഞു, ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ വന്ന് കീഴടങ്ങി. നാളെ കോടതിയിലിട്ട് ഹാജരാവും. സാറിന് ഞാൻ ഇഷ്ടം പോലെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ വീതം കിട്ടും. അതിനുശേഷം ശൗരി ഫോൺ മാറ്റി പിടിച്ചിട്ട് ജോൺസനോട് പറഞ്ഞു, അവനെ ഇനി നുള്ളി നോവിച്ചേക്കരുതെന്ന് കൂടി പറഞ്ഞേക്ക്. വീട്ടിൽ കൊണ്ടുവിടാൻ പറയണേ. ജോൺസന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത ശേഷം ശൗര്യക്കുട്ടി ചാരിയിരുന്നു. റോബർട്ടെ, അവരെ ഇനി ഉപദ്രവിക്കല്ലേ. ജീപ്പിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടണം. ജോൺസൺ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ സാറേ? ഇവിടെ വിട്ടാ പോരെ? റോബർട്ടിൻ്റെ ചോദ്യം വന്നു. സമയം ഒരുപാടായില്ലേ? അസമയത്ത് പുറത്തിറക്കി വിട്ടിട്ട് അവർക്ക് വല്ലതും സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ? പോരെങ്കിൽ 2 പെണ്ണുങ്ങളില്ലേ? ശരി സാർ. ശൗര്യക്കുട്ടി ജോൺസന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച പോലെ വാങ്ങി അത് ഓഫ് ചെയ്തു വെച്ചു. ഇനി നമുക്ക് സംസാരിക്കാം. സാർ ഒരു മനുഷ്യൻ, ഞാനും ഒരു മനുഷ്യൻ. അങ്ങനെ കണക്കാക്കി സംസാരിക്കാം. എൻ്റെ ചേട്ടനാണ് ഡെനിച്ചൻ. പ്രായം 10-26 കഴിഞ്ഞു. ഒരു പെണ്ണിനെ പ്രേമിക്കാനുള്ള അവകാശം പ്രായപൂർത്തിയായ ഏതൊരുത്തിനുമില്ലേ? അതിൽ തെറ്റുണ്ടോ സാറേ? അതിലൊന്നും തെറ്റില്ല. ആ പെൺകുട്ടി തിരിച്ച് പ്രേമിച്ചതിൽ തെറ്റുണ്ടോ? അതിലും തെറ്റ് പറയാനില്ല. തെറ്റുണ്ടെങ്കിൽ നമ്മളത് നിരോധിക്കണം. പ്രേമം നിരോധിച്ചിട്ടില്ലല്ലോ? ഇല്ല. അതിൻ്റെ പേരിൽ അവളുടെ വീട്ടുകാര് കുറേ ആളുകളുമായി വന്ന് എൻ്റെ ചേട്ടനെ തല്ലി. അതിൻ്റെ പേരിൽ സാറിന് പരാതിയും തന്നു. സാർ കേസെടുത്തില്ല, അന്വേഷിച്ചില്ല. സാറ് തല്ലിയവരുടെ പക്ഷമായിരുന്നു അല്ലേ സാറേ? സാറ് കാശും ശക്തിയും സ്വാധീനവും ഉള്ളവരുടെ പക്ഷമായിരുന്നു, ശരിയല്ലേ? എനിക്ക് തോന്നി ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗമാണ് ശരിയെന്ന്. ജോൺസൺ പറഞ്ഞു, അവർ വളർത്തിക്കൊണ്ടുവന്ന മകളല്ലേ? വളരെ നല്ല നിലയിൽ ജീവിക്കേണ്ടവളല്ലേ? അവൾ നല്ലപോലെ പഠിച്ചവളാ. എവിടെയെങ്കിലും നല്ല ഉദ്യോഗം കിട്ടും. അങ്ങനെയുള്ള പെണ്ണിനെ ഒരു ഡ്രൈവറാണോ കല്യാണം കഴിക്കേണ്ടത്? അവൻ എന്തുണ്ട് വിദ്യാഭ്യാസ യോഗ്യത? സാറേ, അവളുടെ ഇഷ്ടം എന്താണെന്ന് നോക്കണ്ടേ? അവൾക്ക് ഡെനിച്ചനെ മതി. പിന്നെന്താ പ്രശ്നം? അവളല്ലേ ജീവിക്കേണ്ടത്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്നൊക്കെ അവൾക്കറിയാം. അവളതിന് തയ്യാറാണല്ലോ. പക്ഷേ വളർത്തിയ മാതാപിതാക്കൾക്ക് സ്വന്തം മോള് നല്ല നിലയിൽ ജീവിക്കണമെന്നല്ലേ ആഗ്രഹം? സാറേ, അവർ നല്ല നിലയിൽ ജീവിക്കും. സാറ് നോക്കിക്കോ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിന്ന് വെച്ച് അവൾക്കൊരു കുറവും വരത്തില്ല. വീട്ടുകാരുടെ അനുമതിയില്ലാതെ? സാറേ, വീട്ടുകാരുടെ അനുമതിയില്ലാത്ത കല്യാണങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ? നിരോധിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, ആരൊക്കെ എതിർത്താലും ശരി, പ്രായപൂർത്തി വന്ന ചെറുക്കനും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ നിയമവും കോടതിയും സമ്മതിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനൊക്കെ പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളാ ഇപ്പം ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നേ. ഒന്നാമത്തെ തടസ്സം, എൻ്റെ ചേട്ടന് ആ പെണ്ണിൻ്റെ ഒപ്പം സാമ്പത്തിക സ്ഥിതി ഇല്ലാന്നുള്ളതല്ലേ? അത് ഞാൻ മാറ്റിക്കൊള്ളാം. രണ്ടാമത്തെ തടസ്സം, പണവും സ്വാധീനവും ഉള്ളവരോടാണ് പോലീസിന് കൂറ്, അത്താഴപ്പട്ടിണിക്കാരോടല്ല. പക്ഷേ പോലീസ് എന്തിനു വേണ്ടിയാ? പണവും അധികാരശക്തിയും ഉള്ളവര് പാവങ്ങളെ ദ്രോഹിക്കുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി. പക്ഷേ എല്ലാവരും മറിച്ചല്ലേ സാറേ ചെയ്യുന്നേ? ലോകത്തെല്ലായിടത്തും അങ്ങനെയാ, ഇവിടെ മാത്രമല്ല. അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ ഡെന്നിച്ചൻ്റെ കല്യാണം അങ്ങ് നടത്തും. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരും. സാർ അവരെ ഉപദ്രവിക്കരുത്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ഞാനും ഇങ്ങ് തിരിച്ചു വരുക. എനിക്കും ജീവിക്കണ്ടേ? ശൗര്യക്കുട്ടി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ജോൺസന്റെ ഭാര്യയെ നോക്കി, ഈ സാറിന് നിങ്ങളും കൂടി ചേർന്ന് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. കുട്ടികളില്ലേ? അവരെ വളർത്തണ്ടേ? നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ? ഭീഷണിപ്പെടുത്തലാണെന്ന് വിചാരിക്കല്ല്. ഞാനാണെങ്കിൽ ഒന്ന് ചത്തിട്ട് തിരിച്ചു വരുന്നവനാ. എനിക്ക് നിങ്ങളോട് ഒരു ശത്രുതയുമില്ല. പക്ഷേ പൈസയും സ്വാധീനവും ശക്തിയും ഉള്ളവൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന ഏർപ്പാട് നിർത്തിയില്ലെങ്കിൽ ഇവിടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാകും. ഇന്ന് രാത്രി എൻ്റെ വീട്ടുകാരെ വിട്ടിട്ട് നാളെ പകൽ പിടിച്ചോണ്ട് വരാമെന്ന് വിചാരിക്കില്ല. മറ്റന്നാൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. ജെസ്സി ഭീതിയോടെ ശൗര്യക്കുട്ടിയെ നോക്കിക്കൊണ്ട് കിടന്നു. സാറേ, ഞാൻ ഒത്തിരി അനുഭവിച്ച്. ശൗര്യക്കുട്ടി ആരാന്ന് ചെല്ലിക്കടപ്പുറത്ത് ചെന്ന് സാറും ഒതുക്കത്തി ചോദിച്ചു നോക്കണം. അന്നേരം കിട്ടുന്ന മറുപടിയാ ഈ നിൽക്കുന്ന ഞാൻ. കുറേ കണക്കുകളൊക്കെ തീർക്കാൻ വേണ്ടിയാ സാറേ തിരിച്ചു വന്നേക്കണത്. ജോൺസണ് ഒരു പ്രത്യാക്രമണം നടത്തി ശൗര്യക്കുട്ടിയെ കീഴടക്കാമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതിനാൽ എതിർത്തൊന്നും പറഞ്ഞില്ല. സാറേ, സാറിന് ഈ ഒരു ചെറിയ ഏരിയ മാത്രമേ അധികാരത്തിലുള്ളൂ. ശൗര്യക്കുട്ടിയുടെ ഏരിയ അങ്ങ്
ചെല്ലിക്കടപ്പുറം മുതൽ ആന്ധ്ര വരെ നീണ്ടു പരന്നു കിടക്കുക. സാറ് വീട്ടുകാരെ ഞാനില്ലാത്തപ്പോൾ തോണ്ടിയ, സാറില്ലാത്തപ്പോൾ വന്ന് ഞാൻ സാറിൻ്റെ വീട്ടുകാരെയും തോണ്ടും. ഒരു അണ്ടർസ്റ്റാൻഡിൽ അങ്ങ് പോകുന്നതാ സാറേ സാറിന് നല്ലത്, എനിക്കും നല്ലത്. ശൗര്യക്കുട്ടി ജെസ്സിയുടെ ശരീരത്തിനടിയിലുണ്ടായിരുന്ന കൈ പിടിച്ച് നേരെയാക്കി. കഴുത്തിന് പിന്നിൽ പിടിച്ചിരുന്ന കൈയും പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നു. എഴുന്നേക്കാൻ പറ്റുമെന്ന് നോക്ക്, ശൗര്യക്കുട്ടി പറഞ്ഞു. ജെസ്സി എഴുന്നേറ്റിരുന്നു. വായിലൊട്ടിച്ച ടേപ്പും ശൗര്യക്കുട്ടി ഇളക്കിക്കളഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ജെസ്സി പറഞ്ഞു. ശൗര്യക്കുട്ടി ജോൺസന്റെ ഫോൺ എടുത്ത് ഓൺ ചെയ്തു. മുൻപ് വിളിച്ച നമ്പറിലേക്ക് കോൾ വിട്ടിട്ട് ജോൺസനെ നോക്കി. ഞാൻ എങ്ങനെ അൺലോക്ക് ചെയ്തെന്നല്ലേ? സാറിൻ്റെ പാസ്വേഡൊക്കെ ഇനി മാറ്റിക്കോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹലോ കേട്ടപ്പോൾ ശൗര്യക്കുട്ടി പറഞ്ഞു. ഞാൻ സാറിന് കൊടുക്കാമേ, ഒന്ന് ഹോൾഡ് ചെയ്തേക്ക്. ശൗര്യക്കുട്ടി ഫോൺ ജോൺസന്റെ കയ്യിൽ കൊടുത്തു. അവരെ വിട്ടയച്ചോന്ന് ചോദിക്ക്. ജോൺസൺ ഫോൺ വാങ്ങി. റോബർട്ടെ, അവരെ വിട്ടോ? അപ്പോഴേ വിട്ടു സാറേ, ജീപ്പിൽ കയറ്റി ചെല്ലിക്കടപ്പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മറുപടി വന്നു. മതിയെന്ന് ശൗര്യക്കുട്ടി ആംഗ്യം കാണിച്ചു. വിവരമറിയാൻ വേണ്ടി വിളിച്ചതാ. ശരി. ജോൺസൺ പറഞ്ഞു തീർന്നതും ശൗര്യക്കുട്ടി ഫോൺ വാങ്ങി. അതിൻ്റെ സെറ്റിംഗ് എടുത്തിട്ട് മറ്റൊരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് ജെസ്സിയുടെ കയ്യിൽ കൊടുത്തു. ജെസ്സിയുടെ ഫോൺ കട്ടിലിന് പുറകിലെ വാതിലില്ലാത്ത അലമാര തട്ടിലിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ജെസ്സിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ലോക്ക് മാറ്റിത്താ. ജെസ്സി അതിൻ്റെ ലോക്ക് മാറ്റി. ശൗര്യക്കുട്ടി അതിനും മറ്റൊരു പാസ്വേഡ് ലോക്കിട്ടു. അതും തിരിച്ചു കൊടുത്തു. രണ്ടിൻ്റെയും പാസ്വേഡ് ഞാൻ നാളെ പറഞ്ഞു തരാം. ഇപ്പോൾ ആരെയും വിളിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ലല്ലോ. ശൗര്യക്കുട്ടി പോകുന്നതിന് മുമ്പ് ജോൺസന്റെ താടി പിടിച്ചുയർത്തി. ജോൺസൺ വേദന കൊണ്ട് ഞരങ്ങി. ഞാൻ സാറിനെ പേടിച്ച് ഒളിച്ചിരിക്കാൻ പോകുമല്ല. എൻ്റെ ചേട്ടനെയും കൂടെയുള്ള പെണ്ണിനെയും സാറിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അന്നേരം സാർ അവരെ കോടതിയിലോട്ട് എത്തിച്ചേക്കണം. കോടതി ചോദിക്കുമ്പോൾ പെണ്ണ് അവൾക്കിഷ്ടമുള്ള പോലെ പറഞ്ഞോട്ടെ, അതല്ലേ നല്ലത്? എന്നാ ഞാൻ ഇറങ്ങുക. ശൗര്യക്കുട്ടി നടന്ന് വാതിൽക്കലെത്തി തിരിഞ്ഞു നിന്നു. സാറേ, സാർ എനിക്കെതിരെ എന്ത് ചെയ്താലും ഭാര്യയോടും കൂടെ ചോദിച്ചിട്ടേ ചെയ്യാവൂ. കാരണം അതിൻ്റെ ബാക്കി അനുഭവിക്കുന്നത് ഭാര്യയും പിള്ളേരുമാ. പോട്ടെ. ശൗര്യക്കുട്ടി വാതിൽ കടന്ന് അപ്രത്യക്ഷനായി. ജോൺസൺ ഉടനടി ജെസ്സിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കോൾ ചെയ്യാൻ ശ്രമം നടത്തി. അതിൻ്റെ പാസ്വേഡ് ലോക്ക് തുറക്കാൻ പറ്റിയില്ല. ജെസ്സിയുടെ ഫോണിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. എന്തിനാ? ജെസ്സി ചോദിച്ചു. സ്റ്റേഷനിലും സർക്കിളിനോടും വിളിച്ചു പറയാനാ. വേണ്ട, ജെസ്സി എതിർത്തു. ജോൺസൺ അത് വകവയ്ക്കാതെ ലാൻഡ് ഫോൺ എടുത്തു. അതിൻ്റെ റിസീവറിൽ നിന്നുള്ള കേബിൾ മുറിഞ്ഞു കിടക്കുന്നത് കണ്ട് ജോൺസൺ നിരാശനായി ബെഡിലേക്ക് തന്നെ ഇരുന്നു. അടുത്ത ഭാഗം നാളെ.